ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗിഫ്റ്റ് അണ്ടർ ഹിന്ദു ലോ. ഹൈന്ദവ നിയമപ്രകാരം ഹൈന്ദവ വിശ്വാസത്തിലെ നിയമങ്ങൾ അനുസരിച്ച് ഗിഫ്റ്റുകൾ കൈമാറുമ്പോൾ, സംഭാവനകൾ കൈമാറുമ്പോൾ അതെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ തൻ്റെ പ്രോപ്പർട്ടി പല രീതിയിൽ കൈമാറാം. ഒന്ന്, റിലീജിയസ് പർപ്പസിന്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി കൈമാറുന്നത്, അതിനെ സമർപ്പിക്കുക എന്നാ പറയുന്നത്, ഡെഡിക്കേറ്റ് ചെയ്യുക. അതിന് നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്റർ പഠിച്ചിരുന്നു. ഇഷ്ട ആൻഡ് പുഷ്ട, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എൻഡോമെന്റ്സ് ഏതൊക്കെയാണ്, പിന്നെ ശബൈത്ത് ആരാണ്, മഹന്ത് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിഫ്റ്റ് അണ്ടർ ഹിന്ദു ലോ. ഹൈന്ദവ നിയമപ്രകാരം ഒരു സംഭാവനകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എസെൻഷ്യൽ എലമെന്റ്സ് വേണം, സംഭാവന കൊടുക്കുന്ന ആൾ എങ്ങനെയായിരിക്കണം, വാങ്ങുന്ന ആൾ എങ്ങനെയായിരിക്കണം, അത് അക്സെപ്റ്റ് ചെയ്യൽ നിർബന്ധം ഉണ്ടോ ഇല്ലയോ, ഏതൊക്കെ സാധനങ്ങൾ സംഭാവനയായിട്ട് കൊടുക്കാൻ പറ്റും, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജനറൽ പ്രൊവിഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ചാപ്റ്റർ നോക്കാം. നമ്മൾ ഗിഫ്റ്റ് അണ്ടർ ഹിന്ദു ലോയും പഠിക്കും, ഗിഫ്റ്റ് അണ്ടർ മുസ്ലിം ലോയും പഠിക്കും. ഗിഫ്റ്റ് അണ്ടർ മുസ്ലിം ലോ, ഗിഫ്റ്റ് അണ്ടർ ഹിന്ദു ലോ, ഇത് രണ്ടിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്നുള്ളത്, ഹിന്ദു ലോയിലെ ഗിഫ്റ്റ് ഫുള്ള് റെഗുലേറ്റഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ്. അതായത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ സെക്ഷൻ 120 സംതിങ് മുതൽ ഏകദേശം ഒരു 10ഓളം സെക്ഷൻസിലായിട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇന്ത്യയിൽ സാധാരണ ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദു ലോ പ്രകാരം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അനുസരിച്ച് വേണം ഗിഫ്റ്റുകൾ കൈമാറാൻ എന്നുള്ളതാണ് ഹിന്ദു ലോയിലുള്ള ഗിഫ്റ്റ്. അപ്പൊ ഹിന്ദു ലോ, ഗിഫ്റ്റ് അണ്ടർ ഹിന്ദു ലോ ഇസ് ഗവേൺഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഫുള്ള് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പ്രൊവിഷൻസ് ആയിരിക്കും. അതായത് ഗിഫ്റ്റ് കൈമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്ന കാര്യം പഠിക്കണം. 123 പഠിക്കാനുണ്ട്, 122 പഠിക്കാനുണ്ട്, 24 പഠിക്കാനുണ്ട്, 125 ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. ഒരുപാട് സെക്ഷൻസ് നമുക്ക് നോക്കാനുണ്ട്. ഇവിടെ എല്ലായിടത്തും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ അകത്ത് ഗിഫ്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതേ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തിട്ട് വേണം ഹിന്ദു ലോ നിയമപ്രകാരം എന്ത് ചെയ്യാൻ, ഗിഫ്റ്റുകൾ കൈമാറാൻ എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി ടോപ്പിക് ഗിഫ്റ്റ് അണ്ടർ ഹിന്ദു ലോ. ഗിഫ്റ്റ്സ് അണ്ടർ ഹിന്ദു ലോ, ഹിന്ദു ലോ പ്രകാരം ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഗിഫ്റ്റ് ഇസ് എ റിലിംഗ്വിഷ്മെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് വൺസ് ഓൺ റൈറ്റ് ഇൻ പ്രോപ്പർട്ടി ആൻഡ് ക്രിയേഷൻ ഓഫ് ദി റൈറ്റ് ഓഫ് അനദർ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റിലിംഗ്വിഷ്മെന്റ്. റിലിംഗ്വിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വോളണ്ടിയർലി സീസ് ചെയ്യുക എന്നാണ്. സ്വമേധയാൽ വേണ്ടെന്ന് വെക്കുക, സ്വമേധയാൽ ഒഴിവാക്കുക. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാള് തന്റെ സാധനം സ്വമേധയാൽ കൊടുക്കണേണ്, ഒഴിവാക്കുകയാണ്, തന്നിൽ നിന്ന് ഒഴിവാക്കി, വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് വൺസ് ഓൺ റൈറ്റ്, മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് പകരമായിട്ടൊന്നും വാങ്ങാതെ ഒരാളുടെ പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ് എന്ത് ചെയ്യുക, അത് സ്വമേധയാൽ ഒഴിവാക്കണേണ്. ആൻഡ് ക്രിയേഷൻ ഓഫ് ദി റൈറ്റ് ഓഫ് അനദർ, ഇത് ഒഴിവാക്കിയ ശേഷം ഇത് മറ്റൊരാളിലോട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണേണ്. ഞാൻ എൻ്റെ കൂട്ടുകാരന് എൻ്റെ ലാപ്ടോപ്പ് കൊടുത്തു ആസ് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം റിലിംഗ്വിഷിംഗ് മൈ റൈറ്റ് ഇൻ ലാപ്ടോപ്പ് വിത്തൗട്ട് ടേക്കിംഗ് എനി കൺസിഡറേഷൻ ഫ്രം ദാറ്റ് പേഴ്സൺ ആൻഡ് ക്രിയേറ്റിംഗ് ദി ഓണർഷിപ്പ് ഓഫ് ലാപ്ടോപ്പ് ടു ദാറ്റ് പേഴ്സൺ. അതായത് ഒരാൾ സ്വമേധയാൽ തൻ്റെ അധികാരത്തെ വോളണ്ടിയർലി സീസ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് ദാനമായി കൊടുക്കുക, വിത്തൗട്ട് കൺസിഡറേഷൻ വാങ്ങാതെ കൊടുക്കുന്നതിനെയാണ് ഗിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. എ ഗിഫ്റ്റ് ഇസ് കംപ്ലീറ്റഡ് ഓൺലി ഓൺ ദി അതേഴ്സ് അക്സെപ്റ്റൻസ് ഓഫ് ദി ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റ് വാലിഡ് ആവുന്നത് എപ്പോഴാണ്, മറ്റൊരാൾ അത് സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ ഗിഫ്റ്റ് കൊടുത്താൽ മാത്രം ആയില്ല, അത് ഗിഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് ആർക്കാണോ കൊടുക്കുന്നത് ദാറ്റ് പേഴ്സൺ ഷുഡ് അക്സെപ്റ്റ്. വാങ്ങിച്ചാൽ മാത്രമേ അത് ഗിഫ്റ്റ് ആവുകയുള്ളൂ. എ ഗിഫ്റ്റ് അണ്ടർ ഹിന്ദു ലോ നീഡ് നോട്ട് ബി ഇൻ റൈറ്റ്. ഹിന്ദു ലോ നിയമപ്രകാരം ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് എഴുതി കൊടുക്കണം എന്നൊന്നുമില്ല. ഞാൻ എന്റെ ഫോൺ കൊടുക്കുന്നു എന്ന് ഫോൺ കൊടുക്കുന്നതിനോടൊപ്പം ഒരു പേപ്പറിൽ എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹവർ എ ഗിഫ്റ്റ് അണ്ടർ ലോ ഇസ് നോട്ട് വാലിഡ് അൺലെസ് ഇറ്റ് ഇസ് അക്കംപൈൻഡ് ബൈ ഡെലിവറി ഓഫ് പൊസഷൻ ഓഫ് സബ്ജക്ട് ഓഫ് ദി ഗിഫ്റ്റ് ഫ്രം ദി ഡോണർ ടു ഡോണി. അതായത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ രണ്ട് രീതിയിലുള്ള പ്രോപ്പർട്ടി നോക്കും, മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. രണ്ട് പ്രോപ്പർട്ടിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു എലമെന്റ് പറയുന്നുണ്ട് ഗിഫ്റ്റ് വാലിഡ് ആവണമെങ്കിൽ. അപ്പോ മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെലിവറി ഓഫ് പൊസസ് ചെയ്യാനുള്ള ആ ഒരു അധികാരം നമ്മൾ കൈമാറി കൊടുക്കണം. ഒരു കാറ് കൊടുത്തു കഴിഞ്ഞാൽ കാറിന്റെ താക്കോലൂടെ കൊടുക്കണം പൊസസ് ചെയ്യാൻ. അതായത് ഇനി ആ ഒരു കാറിന്റെ കൈവശാവകാശം ആർക്ക് കൊടുക്കണം, മറ്റേ ആൾക്ക് കൈമാറണം, എങ്കിൽ മാത്രമേ അത് ഗിഫ്റ്റ് ആവുകയുള്ളൂ. എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാധനം അങ്ങോട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഒരു വീടാണെന്നുണ്ടെങ്കിൽ അത് പൊസഷൻ ഡെലിവറി ചെയ്യാൻ എന്നെ കൊണ്ട് ചിലപ്പോൾ ഈ സാധനം കൊണ്ട് അവിടെ കൊണ്ട് ഫിസിക്കലി കൊടുക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രജിസ്ട്രേഷൻ നടത്തിയാൽ മതി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ രജിസ്ട്രേഷൻ നെസസറി ആണ്.
മൂവബിൾ പ്രോപ്പർട്ടിയിലാണെങ്കിൽ ഡെലിവറി ഓഫ് പൊസഷൻ എന്നുള്ളത് നെസസറി ആണ്. അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് നീഡ് നോട്ട് ടു ബി റൈറ്റിംഗിലായിരിക്കണം എന്നൊന്നും ഇല്ല. ഹൗവർ വേർ ഫിസിക്കൽ പൊസഷൻ കനോട്ട് ബി ഡെലിവേർഡ്, ഫിസിക്കൽ പൊസഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇനഫ് ടു വാലിഡേറ്റ് എ ഗിഫ്റ്റ് ഇഫ് ദി ഡോണർ ഹാസ് ഡൺ ഓൾ ദി ഹി കുഡ് ഡു കംപ്ലീറ്റ് ദി ഗിഫ്റ്റ് സോ ആസ് ടു എൻറ്റൈറ്റിൽ ദി ഡോണി ടു ഒബ്റ്റെയിൻ പൊസഷൻ. ഫിസിക്കലി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യം ചെയ്തു കൊടുത്താൽ മതി. ഇപ്പൊ ഒരു വീട് പൊക്കി എടുത്തുകൊണ്ടേ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വീടിന്റെ താക്കോല് കൊടുക്കണം, ഒപ്പം തന്നെ വീടിന്റെ പേപ്പർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഗിഫ്റ്റ് എന്നുള്ളത് നത്തിങ് ബട്ട് ഒരാള് സ്വന്തം പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിത്തൗട്ട് കൺസിഡറേഷൻ റിലിംഗ്വേഷ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഗിഫ്റ്റ് എന്ന് വിളിക്കുക. അത് റൈറ്റിംഗിലായിരിക്കേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളും മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം ഗിഫ്റ്റ് വാലിഡ് ആവുള്ളൂ എന്നുള്ള പോയിന്റ് ഒക്കെ നമ്മൾ നോക്കി. ഗിഫ്റ്റ് ആയിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഒരു വായിച്ചു വിട്ടാൽ മതി. ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾക്ക് തന്റെ സെപ്പറേറ്റ് സെൽഫ് ഇൻകേർഡ് പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റും. കോപ്പാസനറി ഇൻട്രസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ തന്റെ പ്രോപ്പർട്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഒരു ഫീമെയിലിന് തന്റെ സ്ത്രീധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം അല്ല കേട്ടോ, ആ സ്ത്രീധനം ഡൗറി അത് വേറെയാണ്. സ്ത്രീധന എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫീമെയിലിന് തന്റെ വീട്ടുകാർ കൊടുത്തു വിടുന്ന ഒരു ഇതാണ്. ആ ഫീമെയിലിന് വേണ്ടി അതെന്റെ മോളെ കെട്ടിച്ചു വിടുമ്പോൾ മോളുടെ കയ്യിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് സ്വർണം കൊടുത്തു വിടും. അത് മോളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന പൈസയാണ് സ്ത്രീധന. അത് ആ മോൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഭർത്താവിന് അവകാശപ്പെട്ടതല്ല. അപ്പൊ ഇത്തരത്തിൽ സ്ത്രീധന എന്നുള്ള സാധനങ്ങളൊക്കെ ഫീമെയിലിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ദി ഗിഫ്റ്റ് അണ്ടർ ഹിന്ദു ലോ ഇസ് ഗവേൺഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ഹിന്ദു ലോ നിയമപ്രകാരം ഗിഫ്റ്റ് എന്നുള്ളത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ എന്തൊക്കെ പറയുന്നുണ്ടോ, ഗിഫ്റ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം അനുസരിച്ച് ഫുൾഫിൽ ചെയ്തിട്ടായിരിക്കണം ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടത് എന്ന പോയിന്റ് നോട്ട് ചെയ്യുക. ഗിഫ്റ്റ് അണ്ടർ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ ഗിഫ്റ്റിനെ പറ്റി പറയുന്നത് പ്രൊവിഷൻ സെക്ഷൻ 122 മുതൽ 123, 124, 5, 6, 7, 8 അങ്ങനെ കുറെ സെക്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. സെക്ഷൻ 122 പറയുന്നുണ്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഡിഫൈൻസ് എ ഗിഫ്റ്റ്. 122 ഗിഫ്റ്റ് എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെയാണ്? ട്രാൻസ്ഫർ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് മൂവബിൾ ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി. ഒരാളുടെ കൈവശമുള്ള മൂവബിളോ അല്ലെങ്കിൽ ഇമൂവബിളോ ആയിട്ടുള്ള നിലവിലുള്ള ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഗിഫ്റ്റ് എന്ന് പറയുക. സച്ച് ട്രാൻസ്ഫേഴ്സ് മസ്റ്റ് ബി മെയ്ഡ് വോളണ്ടിയർലി. സ്വന്തം ഇഷ്ടപ്രകാരം ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കണം. വിത്തൗട്ട് കൺസിഡറേഷൻ. ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പാരിതോഷികങ്ങളോ മറ്റു ഒരു റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. ദി ട്രാൻസ്ഫറർ ഇസ് നോൺ ആസ് ഡോണർ ആൻഡ് ദി ട്രാൻസ്ഫറി ഇസ് കോൾഡ് ഡോണി. കൊടുക്കുന്ന ആളെ ഡോണർ എന്നും വാങ്ങുന്ന ആളെ ഡോണി എന്നും വിളിക്കും. ഓക്കെ. ദി ഗിഫ്റ്റ് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ദി ഡോണി. ഗിഫ്റ്റ് എപ്പോഴും ഡോണി അക്സെപ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് ഗിഫ്റ്റ് ആവുകയുള്ളൂ. ദിസ് സെക്ഷൻ ഡിഫൈൻസ് എ ഗിഫ്റ്റ് ആസ് എ ഗ്രാറ്റ്യൂഷ്യസ് ട്രാൻസ്ഫർ. പകരം ഗ്രാറ്റ്യൂഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി മാത്രമേ ഉള്ളൂ പകരം, അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് എന്തില്ല, പൈസ ഒന്നും പകരം തരില്ല. അപ്പോൾ അങ്ങനെ കൈമാറുന്ന ഒരു സാധനത്തിനാണ് ഗ്രാറ്റ്യൂഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാറ്റ്യൂഷ്യസ് ഓഫ് ഓണർഷിപ്പ് ഇൻ സം പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. ഒരാൾക്ക് തന്റെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ഗ്രാറ്റ്യൂഷ്യസ് എന്ന നിലയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഗിഫ്റ്റ് എന്ന് പറയുക. അതായത് തിരിച്ച് നന്ദി മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ എന്ത് കിട്ടൂല, പ്രത്യേകിച്ച് ഒബ്ജക്റ്റ് ഒന്നും കൺസിഡറേഷനായി കിട്ടൂല. ഇങ്ങനെയുള്ള ട്രാൻസ്ഫറിനെയാണ് ഗിഫ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ 122 പറയുന്നുണ്ട് ഡോണർ ആരാണ്, ഡോണി ആരാണ്, ട്രാൻസ്ഫർ ചെയ്യുക വിത്തൗട്ട് കൺസിഡറേഷൻ ആയിരിക്കണം, വോളണ്ടിയർലി ആയിരിക്കണം, കൊടുക്കുന്ന ആളെ ഡോണർ എന്നും വാങ്ങുന്ന ആളെ ഡോണി എന്നും വിളിക്കും. ഇത്തരം കാര്യങ്ങളാണ് 122 ഗിഫ്റ്റ് എന്ന വാക്കിന്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഗിഫ്റ്റ് is a relinquishment of one's own property to another person voluntarily without making any consideration from that second person. The person who makes gift is known as the donor, and the person to whom the gift is transferred, if he accepts, then he will be known as donor. ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതിനെ ഗിഫ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. 122 നമ്മൾ ഡെഫിനേഷൻ നോക്കി. പാർട്ടീസ് ടു എ ഗിഫ്റ്റ്. ഇവിടെ നമ്മൾ ഡോണർ ആൻഡ് ഡോണി എന്ന വാക്ക് പഠിച്ചില്ലേ, അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഡോണർ, ദി ഡോണർ മസ്റ്റ് ബി കോമ്പീറ്റന്റ് പേഴ്സൺ. കൊടുക്കുന്ന ആള് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളായിരിക്കണം. ദാറ്റ് ഈസ് ഹി മസ്റ്റ് ഹാവ് ദി കപ്പാസിറ്റി ആസ് വെൽ ആസ് ദി റൈറ്റ് ടു മേക്ക് ദി ഗിഫ്റ്റ്. കപ്പാസിറ്റി ഉണ്ടാകണം, അതേപോലെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള അധികാരമുള്ള ആളായിരിക്കണം. അവിടെ കിടക്കുന്ന ഒരു കാർ എടുത്ത് ഞാൻ ഏതെങ്കിലും ഒരുത്തിന് കൊണ്ടേ കൊടുത്തു, അതൊരു ഗിഫ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കൊടുക്കാനുള്ള റൈറ്റ് എനിക്ക് ഉണ്ടായിരിക്കണം, അതായത് എന്റെ പ്രോപ്പർട്ടി ആയിരിക്കണം, എങ്കിൽ മാത്രമേ എനിക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റാരെങ്കിലും എനിക്ക് അവകാശം തന്നിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കണം, എങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ കൊടുക്കാൻ അധികാരമുള്ള പ്രോപ്പർട്ടി ആയിരിക്കണം, അതേപോലെ കൊടുക്കാനുള്ള ലീഗൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഒരു മിനിറ്റ്.
ഓക്കെ, അപ്പൊ എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത്? This implies that at the time of making a gift, the donor must be of the age of majority and must have a sound mind. കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആള് മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്തുണ്ടായിരിക്കണം? നോക്കിക്കേ, രജിസ്റ്റേർഡ് സൊസൈറ്റീസ്, ഫേംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ റെഫേർഡ് ടു ആസ് ജുറിസ്റ്റിക് പേഴ്സൺ. They are also competent to make gift. Gift by a minor or insane person is void. ഫേമിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും, ബട്ട് മൈനറിനും അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുടെ ഗിഫ്റ്റ് വാലിഡ് അല്ല. 10 വയസ്സുള്ള കുട്ടി എനിക്ക് അവന്റെ 10 ലക്ഷം രൂപ കൊണ്ടൊന്ന് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നാൽ ഇറ്റ് ഈസ് എ വോയിഡ്. ആ ഒരു കോൺട്രാക്ട്, കാരണം ഗിഫ്റ്റ് എന്നുള്ള ഒരു കോൺട്രാക്ടിന്റെ സ്ഥാനത്താണ്. അപ്പോ കൺസിഡറേഷൻ ഇല്ലാന്നേ ഉള്ളൂ. നമ്മൾ കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ നിർബന്ധമാണ് എന്ന് പഠിച്ച സ്ഥലത്ത് എക്സെപ്ഷനിൽ പഠിച്ചിട്ടുണ്ട് ഗിഫ്റ്റിൽ കൺസിഡറേഷൻ വേണ്ട എന്നുള്ളത്. പക്ഷെ അത് കോൺട്രാക്ട് തന്നെയാണ്. മൈനറിന്റെ കോൺട്രാക്ട് വോയിഡ് ആബിനിഷ്യം അല്ലേ? അപ്പൊ മൈനറിന്റെ ഗിഫ്റ്റും വോയിഡ് ആബിനിഷ്യമാണ്. ബിസൈഡ്സ് കപ്പാസിറ്റി മാത്രം ഉണ്ടായാൽ പോരാ. ദി ഡോണർ മസ്റ്റ് ഹാവ് ഓൾസോ ദി റൈറ്റ് ടു മേക്ക് ഗിഫ്റ്റ്. ആ കൊടുക്കുന്ന സാധനത്തിൽ ഗിഫ്റ്റായി കൊടുക്കാനുള്ള അവകാശം അയാൾക്ക് ഉണ്ടായിരിക്കണം. അയാളുടെ ഓണർഷിപ്പിലുള്ള സാധനമായിരിക്കണം. ദി റൈറ്റ് ഓഫ് ഡോണർ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദിസ് ഓണർഷിപ്പ് റൈറ്റ്സ് ഇൻ ദി പ്രോപ്പർട്ടി. അയാൾക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കണം? അയാൾക്ക് ആ വിഷയത്തിൽ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് കോമ്പിറ്റന്റ് എന്ന് അയാളെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലീഗൽ കപ്പാസിറ്റി ഉള്ളതിനോടൊപ്പം തന്നെ ആൾക്ക് ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോണറിന് ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഡോണി ഡസ് നോട്ട് നീഡ് ടു ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. ഡോണി എപ്പോഴും കോമ്പിറ്റന്റ് ആയിരിക്കണം എന്നില്ല, നിർബന്ധമില്ല. ഹി മേ ബി ആൻ പേഴ്സൺ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദി ഡേറ്റ് ഓഫ് മേക്കിംഗ് ദി ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ജീവനോടെ ഉണ്ടായാൽ മതി. ഓക്കെ, എ ഗിഫ്റ്റ് മേഡ് ടു എൻ ഇൻസൈൻ പേഴ്സൺ ഓർ എ മൈനർ ഓർ ഈവൻ ടു എ ചൈൽഡ് എക്സിസ്റ്റിംഗ് ഇൻ ദി മദേഴ്സ് വോം ഇസ് എ വാലിഡ്. അതായത് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അതൊരു മനുഷ്യനായിരിക്കണം എന്ന് പോലും ഇല്ല. മദറിന്റെ വയറ്റിൽ ഇരിക്കുന്ന വോമ്പിലുള്ള കുട്ടികൾക്ക് പോലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. എന്റെ സിസ്റ്റർ പ്രസവിക്കാൻ നിൽക്കണേണ്, കൊച്ച് ഗർഭിണിയാണ്. അപ്പൊ ഞാൻ എന്ത് പറയാനാണ്, എന്റെ കാറ് ആ കൊച്ചിനുള്ളതാണ്. ഞാൻ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗിഫ്റ്റ് വാലിഡ് ആകും. സമ്മതിക്കണം. ഓക്കെ, അപ്പൊ സമ്മതിക്കണം. അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഈ സമയത്ത് വേറെ ആൾക്കാരുണ്ട്. കോമ്പിറ്റന്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണം. കോമ്പിറ്റന്റ് അല്ല എന്നാണെങ്കിൽ അവരുടെ ബിഹാഫിൽ അവരുടെ ഗാർഡിയൻ അത് അക്സെപ്റ്റ് ചെയ്യണം. A gift made to an insane person or minor, even to a child existing in the mother's womb, is a valid subject to its lawful acceptance by a competent person. അത് അക്സെപ്റ്റ് ചെയ്യണം. അത് കോമ്പിറ്റന്റ് പേഴ്സൺ അവരുടെ ബിഹാഫിൽ അക്സെപ്റ്റ് ചെയ്യണം. ബോംബിലുള്ള കുട്ടി ഉടനെ വന്നിട്ട് മാമ ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയില്ലല്ലോ. അപ്പൊ അവരുടെ അമ്മ, കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഗാർഡിയൻ എന്ത് ചെയ്യണം? അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, juristic persons such as firm, institution, companies are deemed as competent donee and gift made to them is valid. അതായത് ഫേമുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം, അതും വാലിഡ് ആണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പൊ ഡോണറിന് ലീഗൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ഗിഫ്റ്റ് മേക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം. ഡോണിക്ക് ലീഗൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇൻസൈൻ ആയിട്ടുള്ള അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കും ഗിഫ്റ്റ് കൊടുക്കാം, ബട്ട് ഇറ്റ് ഇസ് സബ്ജക്ട് ടു ദി അക്സെപ്റ്റൻസ്. അപ്പൊ അത്തരം വിഷയങ്ങളുടെ അക്സെപ്റ്റൻസ് അവരുടെ ഗാർഡിയൻ ആയിരിക്കും എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യുക. അപ്പൊ 122ന്റെ എക്സ്പ്ലനേഷനിലാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. എസെൻഷ്യൽ എലമെന്റ്സ്. ഒരു വാലിഡ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെ എലമെന്റ്സ് വേണം? ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് കൊടുക്കണം, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആയിരിക്കണം കൊടുക്കേണ്ടത്. ഭാവിയിൽ എനിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ഫ്ലൈറ്റ്, ഞാൻ 10 വർഷത്തിന് ശേഷം ഒരു ഫ്ലൈറ്റ് വാങ്ങും, ആ ഫ്ലൈറ്റ് ഞാൻ എനിക്ക് ദാനമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വാലിഡ് ആകോ ഇല്ലയോ? ഇല്ല, അത് നമ്മൾ അടുത്ത പഠിക്കും. ട്രാൻസ്ഫർ വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ വാങ്ങിച്ചാൽ ഗിഫ്റ്റ് എന്ന് പറയില്ല, അതൊരു എക്സ്ചേഞ്ച് എന്നേ പറയുള്ളൂ. ഓക്കെ, വോളണ്ടിയർലി ട്രാൻസ്ഫർ ആയിരിക്കണം, ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം. തോക്കിൽ എന്റെ കഴുത്തിൽ തോക്ക് വെച്ചിട്ട് ബാദുഷ പറയുന്നതാണ് നിന്റെ ഐഫോൺ ഇപ്പൊ എനിക്ക് താടാ, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു കളയുമെന്ന് പറഞ്ഞു ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ ഞാൻ കൊടുത്തു. ദിസ് ഈസ് നോട്ട് എ വോളണ്ടിയർലി ട്രാൻസ്ഫർ. റിലിംഗ്വിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടിയർലി സീസ് ചെയ്യുന്നതിനാണ്. അപ്പൊ വോളണ്ടിയർലി എന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരിക്കണം. അക്സെപ്റ്റൻസ്, ഗിഫ്റ്റ് വാങ്ങുന്ന ആൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ്? ട്രാൻസ്ഫർ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം, എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആയിരിക്കണം, പിന്നെ വോളണ്ടിയർലി ആയിരിക്കണം, അത് അക്സെപ്റ്റ് ചെയ്യണം, പിന്നെ ട്രാൻസ്ഫർ വിത്തൗട്ട് കൺസിഡറേഷൻ ആയിരിക്കണം. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ദി ട്രാൻസ്ഫറർ, ദി ഡോണർ മസ്റ്റ് ഡിവൈസ് ഹിംസെൽഫ് ഓഫ് ദി അബ്സല്യൂട്ട് ഇൻട്രസ്റ്റ് ഇൻ ദി പ്രോപ്പർട്ടി ആൻഡ് വെസ്റ്റ് ഇൻ ദി ട്രാൻസ്ഫറി. ആ പ്രോപ്പർട്ടിയുടെ മുഴുവൻ അവകാശം ട്രാൻസ്ഫറിക്ക് കൈമാറണം. ദാറ്റ് ഡോണി. ട്രാൻസ്ഫർ ഓഫ് അബ്സല്യൂട്ട് ഇൻട്രസ്റ്റ് ഇംപ്ലൈസ് ദി ട്രാൻസ്ഫർ ഓഫ് ഓൾ ദി റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അബ്സല്യൂട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുമായി ബന്ധപ്പെട്ട ലയബിലിറ്റിയും റൈറ്റും എല്ലാം തന്നെ എന്ത് ചെയ്യണം? മറ്റാൾക്ക് കൈമാറണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു ഓണർഷിപ്പ് കൈമാറി എന്ന് പറയാൻ പറ്റുള്ളൂ. നീ ആ സാധനം എടുത്തോ, പക്ഷെ അതിന്റെ വരുമാനം ഞാൻ എടുക്കും. ഇതൊരു ഗിഫ്റ്റ് അല്ല, ഇതൊരു ഓണർഷിപ്പ് കൈമാറ്റമല്ല. ഓണർഷിപ്പ് അയാൾക്കാണെങ്കിൽ മുഴുവൻ റൈറ്റും അയാൾക്ക് കിട്ടണം. ആ രീതിയിൽ കൈമാറിയെങ്കിൽ അതിനെ ഓണർഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ,
The property which is subject matter of the gift may be of any kind movable or immovable, tangible or intangible, but it must be an existent. നമ്മൾ കൊടുക്കുന്ന സാധനം ടാഞ്ചിബിൾ ആവട്ടെ ഇൻടാഞ്ചിബിൾ ആവട്ടെ എങ്ങനെയാണെങ്കിലും അതുള്ള പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ദാനമായി തന്നിരിക്കുന്നു. യൂട്യൂബ് ചാനൽ ഒരു ടാഞ്ചിബിൾ സാധനം അല്ലല്ലോ, തൊടാൻ പറ്റൂലല്ലോ, അത് ഇൻടാഞ്ചിബിൾ ആണ്. അത് ഇൻടാഞ്ചിബിൾ ആണെങ്കിലും ടാഞ്ചിബിൾ ആണെങ്കിലും മൂവബിൾ ആണെങ്കിലും എന്തിരുന്നാലും ഉള്ള ഒരു സാധനമായാൽ മതി. ഗിഫ്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള സാധനമായിരിക്കണം, അല്ലാതെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന സാധനമായാൽ പറ്റൂല. ഇറ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫറി വിത്തിൻ ദി മീനിങ് ഓഫ് സെക്ഷൻ 5. സെക്ഷൻ 5 ഓഫ് ടി പി ആക്ട് പറയുന്നുണ്ട് ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വാലിഡ് ആയിട്ട് ഉള്ള എലമെന്റ് ഗിഫ്റ്റ് ഓഫ് എനി കൈൻഡ് ഓഫ് ഫ്യൂച്ചർ പ്രോപ്പർട്ടി. അപ്പൊ അവിടെ പറയുന്നുണ്ട് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഗിഫ്റ്റ് ഓഫ് എനി കൈൻഡ് ഓഫ് ഫ്യൂച്ചർ പ്രോപ്പർട്ടീസ് ഡീംഡ് വോയിഡ്. നാളെ ഉണ്ടാകാൻ പോകുന്ന പ്രോപ്പർട്ടി കൈമാറുക ഗിഫ്റ്റ് ആയി കൊടുക്കുക, അത് വോയിഡ് ആണ്. 10 വർഷത്തിന് ശേഷം ഞാൻ ഒരു പ്ലെയിൻ വാങ്ങിച്ചാൽ ആ പ്ലെയിൻ വാങ്ങിക്കും, അത് ഞാൻ എനിക്ക് ഇപ്പോഴേ ദാനമായി തന്നിരിക്കുന്നു. ദിസ് ഇസ് നോട്ട് എ വാലിഡ് ഗിഫ്റ്റ്. ആൻഡ് ദി ഗിഫ്റ്റ് ഓഫ് എ സ്പെസ് സക്സഷൻ നിയർ എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഇൻ കേസ് എൻ്റെ മാമൻ മരിച്ചാൽ എനിക്കൊരു 5 ലക്ഷം രൂപ അനന്തരാവകാശമായി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ആ കിട്ടുന്ന 5 ലക്ഷം എനിക്ക് തന്നിരിക്കുന്നു. ഓക്കെ, മറ്റേ ഈ പഞ്ചാബി ഹൗസിൽ ബോട്ട് കരക്കയറാൻ വരുന്ന സമയത്ത് പറയൂലേ, അതായത് ബോട്ട് വരുമ്പോ എനിക്ക് 3 ലക്ഷം രൂപ കിട്ടും, ആ 3 ലക്ഷം മുതലാളിക്ക് തന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഓർത്താൽ മതി. അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന സാധനം ഇപ്പോഴേ കൈമാറുക. അപ്പൊ അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് വോയിഡ് ആണ് എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യുക. മിയർ സക്സഷന് സാധ്യത മാത്രമുണ്ട്, അത്തരം മിയർ ചാൻസ്, അത് കൈമാറലും വോയിഡ് ആണ്. പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കാട്ടെ അവിടെയൊക്കെ. ട്രാൻസ്ഫർ വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലാതെ ആയിരിക്കണം ട്രാൻസ്ഫർ കൊടുക്കേണ്ടത്. പകരമായിട്ട് ഒരു സാധനം വാങ്ങാൻ പാടില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അപ്പോ ആ കുട്ടി എന്നെ തിരിച്ച് ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ച് ഞാൻ ആ കുട്ടിക്ക് എന്തെങ്കിലും കൈമാറി. അപ്പോ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഒരു വാച്ച് ആ കുട്ടിക്ക് കൊടുത്തു ഗിഫ്റ്റ് ആയിട്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻ റിട്ടേൺ ആ കുട്ടി എന്നെ ഇഷ്ടപ്പെടണം, എന്നോട് ലവ് ചെയ്യണം, എന്നെ അഫക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ അടുത്ത് തിരിച്ച് സ്നേഹം കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഗിഫ്റ്റ് ആണോ? ഇത് പകരമായിട്ട് എന്തോ ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്ന സാധനമല്ലേ. അപ്പൊ ഇതിനെ ഗിഫ്റ്റ് എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ എന്നൊരു സംശയം വരാം. ദി ആൻസർ ഇസ് ദാറ്റ് അത് ഗിഫ്റ്റ് തന്നെയാണ്. പകരമായി കിട്ടുന്നത് മോണിറ്ററി അല്ലെങ്കിൽ വിലയുള്ള സാധനങ്ങൾ, ഇൻ ലീഗൽ സെൻസ് വിലയുള്ള സാധനങ്ങൾ ആകാതിരുന്നാൽ മതി. ഈ ലവ് ആൻഡ് അഫെക്ഷൻ എന്നുള്ളത് അതൊരു പെക്യുനറി കൺസിഡറേഷൻ ഉള്ള സാധനങ്ങളല്ല. അത് സംഭവം വിലയുള്ള സാധനമാണ്, പൈസയേക്കാൾ വിലയുള്ളതായിരിക്കാം. സ്നേഹത്തിന്റെ വില എന്നൊക്കെ പറയുന്നത് പൈസയേക്കാൾ വലിയ മൂല്യമുള്ള സാധനങ്ങളാണ്. പക്ഷേ പെക്യുനറി കൺസിഡറേഷൻ മാത്രമേ ഇവിടെ പാടില്ല എന്ന് പറയുന്നുള്ളൂ. അത്തരത്തിൽ സ്നേഹം തിരികെ കിട്ടണം എന്ന് വിചാരിച്ച് ഗിഫ്റ്റ് കൊടുത്താൽ അത് വാലിഡ് ഗിഫ്റ്റ് ആണ്. അങ്ങനെയുള്ള കൺസിഡറേഷൻ നമുക്ക് വാങ്ങിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഗിഫ്റ്റ് മസ്റ്റ് ബി ഗ്രാറ്റ്യൂഷ്യസ്. ഓണർഷിപ്പ് ഇൻ ദി പ്രോപ്പർട്ടി മസ്റ്റ് ട്രാൻസ്ഫർ വിതൗട്ട് എനി കൺസിഡറേഷൻ. പകരം ഒന്നും വാങ്ങാതെ ആയിരിക്കണം ഓണർഷിപ്പ് കൊടുക്കേണ്ടത്. ഈവൻ എ നെഗോഷ്യബിൾ പ്രോപ്പർട്ടി ഓർ എ വെരി സ്മോൾ സം ഓഫ് മണി ഗിവൺ ബൈ ദ ട്രാൻസ്ഫർ ഈസ് കൺസിഡറേഷൻ ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് വെരി ബിഗ് പ്രോപ്പർട്ടി വുഡ് മേക്ക് ദി ട്രാൻസാക്ഷൻ ഐദർ ഓർ എ സെയിൽ ഓർ എക്സ്ചേഞ്ച്. 10 ഏക്കർ ഭൂമി ഞാൻ കൊടുത്തു, അവൻ എനിക്കൊരു 1 ലക്ഷം രൂപ തന്നു. അപ്പൊ 10 ഏക്കർ ഭൂമിക്ക് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസ അല്ലേ. അപ്പൊ അതൊരു ഗിഫ്റ്റ് ആണ്. 10 ഏക്കർ ഭൂമിക്ക് 10 കോടി രൂപ വിലയുണ്ട് ചുരുങ്ങിയത്. അപ്പൊ അതിന് ഒരു 1 ലക്ഷം അല്ലേ ഞാൻ വാങ്ങിച്ചുള്ളൂ, നിസ്സാര പൈസ അല്ലേ, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ എമൗണ്ട് ആണെങ്കിലും വാങ്ങിച്ചോ, അത് കൺസിഡറേഷൻ ആണ്. കൺസിഡറേഷൻ നമ്മൾ കോൺട്രാക്ട് പഠിക്കുന്ന സമയം നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് അത് ആഡിക്വേറ്റ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമില്ല. കൺസിഡറേഷൻ ഐസ് ഓഫ് ലോയിൽ വിലയുള്ള എന്ത് സാധനമായിരുന്നാൽ മതി. 10 രൂപയാണെങ്കിലും അത് കൺസിഡറേഷൻ ആണ്, അത് ആഡിക്വേറ്റ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ ഇക്വലന്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. 10 ഏക്കർ കൊടുക്കുമ്പോൾ 1 ലക്ഷം വാങ്ങിച്ചാലും കൺസിഡറേഷൻ എന്ന് പറയുന്നത് വിലയുള്ള സാധനമാണോ, അത് കൺസിഡറേഷൻ ആണ്. അപ്പൊ അത് നമ്മൾ കൊടുത്തതിനോട് അഡിക്വേറ്റ് ആയിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ അത് കൺസിഡറേഷൻ ആകും. കൺസിഡറേഷൻ ആയി കഴിഞ്ഞാൽ ഗിഫ്റ്റ് ആവുകയില്ല. കൺസിഡറേഷൻ ഫോർ ദി പർപ്പസ് ഓഫ് ദി സെക്ഷൻ ഷാൾ ഹാവ് ദി സെയിം മീനിങ് ആസ് ഗിവൺ ഇൻ ദി സെക്ഷൻ 2 ക്ലോസ് ഡി. 2 ക്ലോസ് ഡി ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ കൺസിഡറേഷൻ പറയുന്ന സമയത്ത് ഇതൊക്കെ പറയുന്നുണ്ട്, അഡിക്വേറ്റ് ആയിരിക്കണം എന്നൊന്നും ഇല്ല. അപ്പൊ ആ പോയിന്റ് ഒക്കെ ശ്രദ്ധിക്കുക. ദി കൺസിഡറേഷൻ ഇസ് പെക്യുനറി നേച്ചർ. പെക്യുനറി കൺസിഡറേഷൻ ആണ് ഇവിടെ കൊടുക്കാൻ പാടില്ലാത്തതായിട്ടുള്ളത്. അതായത് മ്യൂച്വൽ ലവോ അഫക്ഷനോ തിരിച്ച് ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുത്താൽ അതെന്തല്ല, പെക്യുനറി കൺസിഡറേഷൻ അല്ല. അങ്ങനെയുള്ള കൺസിഡറേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഗിഫ്റ്റുകൾ കൊടുത്താൽ ആ ഗിഫ്റ്റ് വാലിഡ് ആണ്. Thus, property transferred in consideration of love and affection is a transfer without consideration and hence a gift. അതിനെ ഒരു വിത്തൗട്ട് കൺസിഡറേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. തിരിച്ച് സ്നേഹം കിട്ടണം എന്ന് വിചാരിച്ച് നമ്മളെന്തെങ്കിലും കൊടുത്താൽ അത് കുഴപ്പമില്ലാതെ ഗിഫ്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഉണ്ടായിരിക്കണം, എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആയിരിക്കണം, ഫ്യൂച്ചർ പറ്റൂല, പിന്നെ ട്രാൻസ്ഫർ വിത്തൗട്ട് കൺസിഡറേഷൻ ആയിരിക്കണം എന്നുള്ളത് പഠിച്ചു. വോളണ്ടിയർലി ട്രാൻസ്ഫർ ആയിരിക്കണം, വിത്ത് ഫ്രീ കൺസെന്റ് ആയിരിക്കണം. ആരും
കോവേർഷൻ ചെയ്തിട്ടോ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ പറഞ്ഞു പറ്റിച്ചിട്ടോ ഫ്രോഡ് ആക്കിയിട്ടോ മിസ്റെപ്രസെന്റ് ചെയ്തിട്ടോ ആകരുത് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. എന്റെ അടുത്ത് വന്ന ഒരുത്തൻ പറയാനാണ്, എടാ നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരനാടാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ വിശ്വസിച്ചു പോയി. അതിന് ഞാൻ എന്ത് ചെയ്തു, അവനിക്ക് എന്റെ വാച്ച് സമ്മാനമായി കൊടുത്തു. പിന്നീട് എനിക്ക് മനസ്സിലായി അവൻ എന്തല്ല, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവനല്ല. അപ്പൊ ഈ ട്രാൻസ്ഫർ വോളണ്ടിയർലി അല്ല, ഇവിടെ ഫ്രീ കൺസെന്റ് ഇല്ല, എന്റെ ഫ്രോഡിലന്റ്ലി എന്നെ പറ്റിച്ചിട്ടാണ്. അപ്പൊ ഈ കൺസെന്റ് വാലിഡ് അല്ലാത്തതുകൊണ്ട് ട്രാൻസ്ഫർ വാലിഡ് അല്ല, അതുകൊണ്ട് ഗിഫ്റ്റ് വാലിഡ് അല്ല. The donor must make the gift voluntarily in exercise of his own free will and his consent as his free consent. Free consent is when the donor has the competent. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 14 പറയുന്നുണ്ട് ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഫ്രീ കൺസെന്റിനെ വിഷയേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് നമ്മളവിടെ പറയുന്നുണ്ട്. കോയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക്. ഇത്തരത്തിലുള്ള അഫക്ഷൻ ഉണ്ടാകാൻ പാടില്ല. എലമെന്റ്സുകളിലൂടെ വോളണ്ടിയർലി എന്ന വാക്കിനെ അഫക്ട് ചെയ്യുന്ന എലമെന്റ് ഉണ്ടാകാൻ പാടില്ല. ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം. അക്സെപ്റ്റൻസ് ഓഫ് എ ഗിഫ്റ്റ്, ലാസ്റ്റ് എലമെന്റ് ആണ്. മറ്റേ ആൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ദി ഡോണി മസ്റ്റ് അക്സെപ്റ്റ് ദി ഗിഫ്റ്റ്, വാങ്ങിക്കുന്ന ആൾ അത് അക്സെപ്റ്റ് ചെയ്യണം. പ്രോപ്പർട്ടി കനോട്ട് ബി ഗിവൺ ടു എ പേഴ്സൺ ഈവൻ ഇൻ ദി ഗിഫ്റ്റ് അഗെയിൻസ്റ്റ് ഹിസ് കൺസെന്റ്. കൺസെന്റ് ഇല്ലാതെ കൊടുക്കാൻ പാടില്ല, അത് ഗിഫ്റ്റ് അല്ല. ദി ഡോണി മേ റെഫ്യൂസ് ദി ഗിഫ്റ്റ് ആസ് ഇൻ കേസസ് നോൺ ബെനിഫിഷ്യൽ പ്രോപ്പർട്ടി ഓർ ഒനേറിയസ് ഗിഫ്റ്റ്. ഒനേറിയസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് താഴെ വരും കേട്ടോ, അത് നമുക്കപ്പോ നോക്കാം. നോൺ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സാധനം കിട്ടുന്നെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ അധികാരം ഡോണിക്ക് ഉണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിന് അഭിഷേകിന് എന്ത് ചെയ്യാനാണ്, എന്റെ അസ്യൂസിന്റെ 2000 ഉപയോഗിച്ച ഫോൺ കൊടുക്കാനാണ്. അവ നോക്കുമ്പോ ആ ഫോൺ വള്ളിയാണ്, കാരണം ഡിസ്പ്ലേ ഒക്കെ പോയി കിടക്കുന്ന ഒരു പൊട്ട ഫോണാണ്. അത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കാൻ വേണ്ടി അതിന്റെ പുറകെ ഓടേണ്ടി വരും, അത് വാങ്ങാൻ വേണ്ടി കൊച്ചിയിൽ പോയി വാങ്ങേണ്ടി വരും. അത് നോൺ ബെനിഫിഷ്യൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയാനുള്ള റൈറ്റ് അവർക്ക് ഉണ്ട്. അപ്പൊ അതൊരു വാലിഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഒനേറിയസ് ഗിഫ്റ്റ് എന്താണെന്ന് നമ്മൾ താഴെ പറയും, അന്നേരം അത് നോക്കാം. അപ്പോൾ ഈ എലമെന്റ്സ് ആണ് ഗിഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ളത്. സെക്ഷൻ 122 ഡെഫിനിഷൻ ഓഫ് ദി ഗിഫ്റ്റ് എന്താ നമ്മൾ പഠിച്ചു. ഡോണർ ആരാണ്, ലീഗൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം. ഡോണിക്ക് ലീഗൽ കപ്പാസിറ്റി നിർബന്ധമില്ല, എന്നിരുന്നാലും അക്സെപ്റ്റൻസ് ബൈ ഗാർഡിയൻ കോമ്പീറ്റന്റ് പേഴ്സൺ എന്നുള്ള ഒരു എലമെന്റ് അവിടെ ശ്രദ്ധിക്കുക. പിന്നെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. ഗിഫ്റ്റ് അണ്ടർ ഹിന്ദു ലോസ് ഗവേൺഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ്. ആർക്കൊക്കെ എന്തൊക്കെ ഗിഫ്റ്റ് ആയി കൊടുക്കാമെന്നുള്ളത് നോക്കി ഗിഫ്റ്റ് എന്ന വാക്കിന്റെ ഡെഫിനേഷൻ നോക്കി. ഇത് നമ്മൾ പറഞ്ഞതാണ് നേരത്തെ. ഓക്കെ, ഡോണി കൺസെന്റ് കൊടുക്കണം. ഡോണി അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിലേ ഒരു ഗിഫ്റ്റ് ആകുള്ളൂ. ഇൻ കേസ് മൈനറിനോ അല്ലെങ്കിൽ ഇൻസൈനൊക്കെയാണ് ഒരു സാധനം കൊടുക്കുന്നതെങ്കിൽ അവരുടെ ബിഹാഫിൽ ഗാർഡിയൻ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഐഡളിന് ഏതെങ്കിലും വിഗ്രഹങ്ങൾക്കാണ് ഒരു സമ്മാനം കൊടുക്കുന്നതെങ്കിൽ അവരുടെ ബിഹാഫിൽ മാനേജർ അല്ലെങ്കിൽ പ്രൈസ്ഡ് ആയിട്ടുള്ള ആൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. Where the donor is incompetent to contract or minor or insane, that gift must be accepted on this behalf by competent person. The gift may be accepted by a guardian on the behalf of his ward. Where the donor is a juristic person, the gift must be accepted by a competent authority representing such a legal person. അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഡേറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന മാനേജറോ പ്രൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള പോയിന്റ് നോക്കി വെക്കുക. 122 നമ്മൾ എസെൻഷ്യൽ ഗിഫ്റ്റ് എന്ന വാക്കിന്റെ ഡെഫിനിഷൻ നോക്കിയെങ്കിൽ 123 നോക്കുന്നത് മൂഡ്സ് ഓഫ് മേക്കിംഗ് എ ഗിഫ്റ്റ്. ഗിഫ്റ്റ് മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 123 ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പറയുന്നത് ഫോർമാലിറ്റീസ് നെസസറി ഫോർ ദി കംപ്ലീഷൻ ഓഫ് എ ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റ് പൂർത്തിയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട എലമെന്റ്സ് എന്തൊക്കെയാണ്. ദി ഗിഫ്റ്റ് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഓൺലി വെൻ ദീസ് ഫോർമാലിറ്റീസ് ആർ ഒബ്സർവ്ഡ്. താഴെ പറയുന്ന 2 ഫോർമാലിറ്റീസ് ഉണ്ട്, അത് ചെയ്താൽ മാത്രമേ ഒരു ഗിഫ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ദിസ് സെക്ഷൻ ലേസ് ഡൗൺ 2 moods ഫോർ എഫക്ടിങ് എ ഗിഫ്റ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി പ്രോപ്പർട്ടി. ഒരു ഗിഫ്റ്റ് വാലിഡ് ആവണമെങ്കിൽ എന്ത് കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത് താഴെ 2 മൂഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് എ ഗിഫ്റ്റ് പറയുന്നുണ്ട്. ഓരോ പ്രോപ്പർട്ടിയുടെ നേച്ചർ അനുസരിച്ച് അത് മാറും. ഇമൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ പൊസഷൻ കൈമാറുക. അതാണ് ആ 2 മൂഡ്സ്. ഫോർ ദി ഗിഫ്റ്റ് ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഇസ് നെസസറി. ഇൻ ദി കേസ് ഓഫ് പ്രോപ്പർട്ടി ഇൻ മൂവബിൾ ഇറ്റ് മേ ബി ട്രാൻസ്ഫർ ബൈ ദി ഡെലിവറി ഓഫ് പൊസഷൻ. അപ്പൊ 123 പറയുന്ന മൂഡ്സ് ഓഫ് മേക്കിംഗ് ഗിഫ്റ്റ് ആണ്. അപ്പൊ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഡെലിവറി ചെയ്യുക, ഇമൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പൊ 122 ഓഫ് ടി പി ആക്ട് എന്താണ്, 123 ഓഫ് ടി പി ആക്ട് എന്താണെന്നുള്ളത്, പിന്നെ എസെൻഷ്യൽ എലമെന്റ്സ് ഗിഫ്റ്റ് ആയിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, അതിന്റെ ഡെഫിനിഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. മൂഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ആസ് ഡിസ്കസ് ബിലോ. അത് നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ഒരു വിശദീകരണമാണ് ഇവിടെ. ഇമൂവബിൾ പ്രോപ്പർട്ടി. ഇൻ ദി കേസ് ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഓഫ് ദി ട്രാൻസ്ഫർ ഇസ് നെസസറി ഇറസ്പെക്ടീവ് ഓഫ് ദി വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി. രജിസ്ട്രേഷൻ ഓഫ് എ ഡോക്യുമെന്റ് ഇൻക്ലൂഡിംഗ് ഗിഫ്റ്റ് deed implies that the transaction in writing signed by executant attested by 2 competent person and duly stamped before the registration. രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ എഴുതി കൊടുക്കണം, അത് എക്സിക്യൂട്ടർ സൈൻ ചെയ്യണം, അത് 2 സാക്ഷികൾ ഒപ്പിടണം, സ്റ്റാമ്പ് ഇടണം, രജിസ്ട്രേഷന്റെ മുന്നേ അത് സ്റ്റാമ്പ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നോക്കണം. എങ്കിലേ മൂവബിൾ പ്രോപ്പർട്ടി ഗിഫ്റ്റ് ആയി മാറുള്ളൂ.
ഞാൻ എന്റെ പ്രോപ്പർട്ടി ഗിഫ്റ്റ് ആയി തന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ചെയ്ത് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അത് വാലിഡ് ആയിട്ട് അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിലാണെങ്കിലോ ഇറ്റ് മേ ബി കംപ്ലീറ്റഡ് ബൈ ദി ഡെലിവറി ഓഫ് പൊസഷൻ. രജിസ്ട്രേഷൻ ഇൻ സച്ച് കേസസ് ഇസ് ഓപ്ഷണൽ. രജിസ്റ്റർ ചെയ്യൽ വെറും ഓപ്ഷണൽ ആണ്. എന്റെ ബൈക്ക് കൊടുത്ത RC ഓണറെ മാറ്റി കൊടുക്കൽ ഓപ്ഷനാണ്. ബട്ട് ആ ബൈക്കിന്റെ പൊസഷൻ ഡെലിവറി ചെയ്യുമ്പോഴാണ് അതിന്റെ ഗിഫ്റ്റ് കംപ്ലീറ്റ് ആകുന്നത്. ദി ഗിഫ്റ്റ് ഓഫ് എ മൂവബിൾ പ്രോപ്പർട്ടി എഫക്റ്റഡ് ബൈ ഡെലിവറി ഓഫ് പൊസഷൻ ഇസ് വാലിഡ് ഇറസ്പെക്ടീവ് ഓഫ് ദി വാല്യുവേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആക്ഷനബിൾ ക്ലൈം ആയിട്ടുള്ള സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. TP ആക്ട് സെക്ഷൻ 3 പറയുന്നുണ്ട് എന്താണ് ആക്ഷനബിൾ ക്ലൈം എന്നുള്ളത്. ആക്ഷനബിൾ ക്ലൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ഷനബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? നമുക്ക് ലീഗൽ ആക്ഷൻ, ആക്ഷനബിൾ, എന്നെ അടിച്ചാൽ അത് ആക്ഷനബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ഷനബിൾ, അതായത് എനിക്ക് ലീഗൽ റൈറ്റ് ഉണ്ട് ആക്ഷൻ എടുക്കാൻ. കോടതിയിൽ പോയിട്ട് നിങ്ങൾക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട്, ആക്ഷനബിൾ ആണ്, ആക്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ക്ലൈം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടാനുള്ള ഒരു സ്വത്ത്. ഓക്കെ, ആക്ഷനബിൾ ക്ലൈം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു കൃത്യമായിട്ടുള്ള ഒരു സാധനം, ഒരു ഒബ്ജക്റ്റ്, അത് നമുക്ക് കിട്ടാൻ അർഹതപ്പെട്ടതാണ്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും, ലീഗൽ ആക്ഷനിലൂടെ അത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ലോട്ടറികൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആക്ഷനബിൾ ക്ലൈമിന്റെ. അതായത് ഇപ്പൊ അടിച്ച ലോട്ടറി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പറിന് ഒരു വിലയില്ലല്ലോ. 10 ലക്ഷം രൂപയുടെ ലോട്ടറി ആണെങ്കിൽ 10 ലക്ഷം രൂപ ബാങ്കിൽ കൊടുത്താൽ കിട്ടും. അപ്പോൾ നമ്മൾ ആ ക്ലെയിം, നമ്മൾ ആ ലോട്ടറി ടിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട ക്ലെയിം അത് ആക്ഷനബിൾ ആണ്. അത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലീഗൽ ആക്ഷൻ, ബാങ്കിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുക, സ്റ്റേറ്റിനെതിരെ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാം. അപ്പോൾ ആക്ഷനബിൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലോട്ടറി. സുപ്രീം കോടതി തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ലോട്ടറി എന്നുള്ളത്. അതായത് ചില ക്ലെയിമുകൾ അത് നമുക്ക് കിട്ടാൻ അവകാശപ്പെട്ടതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വി ക്യാൻ മേക്ക് എ ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ദാറ്റ് ക്ലെയിം ഇഫ് ഇറ്റ് ഇസ് റെഫ്യൂസ്ഡ്. അപ്പൊ അങ്ങനെയുള്ള ക്ലെയിംസിനാണ് ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്നത്. ലോട്ടറി ഈസ് ആൻ എക്സാമ്പിൾ. സെക്ഷൻ 3 TP ആക്ടിന്റെ ആക്ഷനബിൾ ക്ലെയിംസിനെ പറ്റി പറയുന്നത്. അത്തരം സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഗിഫ്റ്റ് ആയി കൊടുക്കുന്നത് ആക്ഷനബിൾ ക്ലെയിമുകൾ ഗിഫ്റ്റ് ആയി കൊടുക്കാം. ആക്ഷനബിൾ ക്ലെയിംസ് ആർ ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ഇറ്റ് മേ ബി അൺസെക്യൂർഡ് മണി ഡെറ്റ്സ്. അത് ഒരു മണി ഡെറ്റ് ആണ്, കിട്ടാനുള്ള ഒരു കാശാണ്. ഓർ റൈറ്റ് ടു ക്ലെയിം മൂവബിൾ പ്രോപ്പർട്ടി നോൺ ഇൻ പൊസഷൻ ഓഫ് ദി ക്ലെയിമന്റ്. തന്റെ വശത്ത് ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള അവകാശമാണ്. ഓക്കെ, എനിക്ക് ഒരു പേപ്പറിൽ ഒപ്പിട്ട് തന്നു, 10-ാം തീയതി ആകുമ്പോഴത്തേക്കും ഈ പ്രോപ്പർട്ടി നിനക്ക് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാം. ഈ പേപ്പറിൽ ഒപ്പിട്ട് സ്റ്റാമ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആക്ഷനബിൾ ക്ലെയിം ആണ്. 10-ാം തീയതി ആകുമ്പോൾ എനിക്ക് ആ പേപ്പർ കാണിച്ചാൽ ആ പ്രോപ്പർട്ടി കിട്ടണം. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ആക്ഷൻ ചെയ്തുകൊണ്ട് എനിക്ക് ആ ക്ലെയിം വാങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരം സാധനങ്ങളെ ആക്ഷനബിൾ ക്ലെയിം എന്ന് വിളിക്കും. ഇത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ കവേർഡ് ആണ്. ഇത്തരം സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൈമാറാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ സെക്ഷൻ 13 പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ആക്ഷനബിൾ ക്ലെയിംസ് കംസ് അണ്ടർ ദി പെർവ്യൂ ഓഫ് സെക്ഷൻ 130 ഓഫ് ദി ആക്ട്. ആക്ഷനബിൾ ക്ലെയിംസ് മേ ബി ട്രാൻസ്ഫേർഡ് ആസ് ദി ഗിഫ്റ്റ് ബൈ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് സൈൻഡ് ബൈ ദി ട്രാൻസ്ഫറർ. ഇത്തരം സാധനങ്ങളിൽ ട്രാൻസ്ഫറർ സൈൻ ചെയ്ത് കൊടുത്ത് ഇത്തരം സാധനങ്ങൾ കൈമാറാൻ പറ്റുന്നതാണ്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. സെക്ഷൻ 130 ആക്ഷനബിൾ ക്ലെയിമിന്റെ ട്രാൻസ്ഫറിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഗിഫ്റ്റ് ഓഫ് ഫ്യൂച്ചർ പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞു എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിയെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫ്യൂച്ചർ പ്രോപ്പർട്ടിയുടെ കാര്യം 124 പറയുന്നുണ്ട്. 122, 123 നമ്മൾ നോക്കി. ഓക്കെ, 122 ഗിഫ്റ്റിന്റെ മീനിങ്ങും 123 മൂഡ്സ് ഓഫ് കംപ്ലീറ്റിംഗ് ദി ഗിഫ്റ്റ്, അത് രജിസ്റ്റർ ചെയ്യുക, ഡെലിവറി ഓഫ് പൊസിഷൻ ഒക്കെ നോക്കി. 124 പറയുന്നത് ഫ്യൂച്ചർ പ്രോപ്പർട്ടി ഗിഫ്റ്റ് ചെയ്യുക അത് വോയിഡ് ആണ് കേട്ടോ. ഗിഫ്റ്റ് ഓഫ് ഫ്യൂച്ചർ പ്രോപ്പർട്ടി ഇസ് മിയർലി എ പ്രോമിസ് വിച്ച് ഇസ് അൺഎൻഫോഴ്സിബിൾ ബൈ ലോ. അതൊരു പ്രോമിസ് മാത്രമാണ്, ലോയിൽ എൻഫോഴ്സിബിൾ അല്ല. ഫ്യൂച്ചർ പ്രോപ്പർട്ടി ഞാൻ തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗിഫ്റ്റ് അല്ല. 124 പറയുന്നുണ്ട് റെൻഡേഴ്സ് ദി ഗിഫ്റ്റ് ഓഫ് ഫ്യൂച്ചർ പ്രോപ്പർട്ടി വോയിഡ് എന്ന് പറയുന്നുണ്ട്. ഇഫ് എ ഗിഫ്റ്റ് ഇസ് മെയ്ഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ബോത്ത് പ്രസന്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ. ഇനി ഒരു ഗിഫ്റ്റിന്റെ അകത്ത് ഫ്യൂച്ചറും പ്രസന്റും ഉള്ള സാധനങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് എന്റെ ഇപ്പത്തെ വീടും ഞാൻ 10 വർഷത്തിന് ശേഷം വാങ്ങാൻ പോകുന്ന വീടും ഞാൻ എനിക്ക് ദാനമായി തന്നിരിക്കുന്നു, സംഭാവനയായി തന്നിരിക്കുന്നു, ഗിഫ്റ്റ് ആയി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അകത്ത് രണ്ട് സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഫ്യൂച്ചർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയും പ്രസന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുഴുവൻ എന്താവില്ല, വോയിഡ് ആവില്ല. മറിച്ച് പ്രസന്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് അത് വാലിഡ് ആകും, ഫ്യൂച്ചർ ആയിട്ടുള്ള ഭാഗം മാത്രമേ വോയിഡ് ആവുള്ളൂ. അതാണ് വൺ ഓഫ് ദി പ്രോപ്പർട്ടി ഇസ് എക്സിസ്റ്റൻസ് അറ്റ് ദി ടൈം ഓഫ് മേക്കിംഗ് ദി ഗിഫ്റ്റ്. ഒരു പ്രോപ്പർട്ടി ഗിഫ്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ട്, അതർ ഇസ് നോട്ട്, അതർ ഇല്ല എന്നാണെങ്കിൽ ദി ഹോൾ ഗിഫ്റ്റ് ഇസ് നോട്ട് കൺസിഡർഡ് വോയിഡ്. മൊത്തം വോയിഡ് ആയി പോയില്ല. ഓൺലി ദി പാർട്ട് റിലേറ്റിംഗ് ടു ദി ഫ്യൂച്ചർ പ്രോപ്പർട്ടി ഇസ് കൺസിഡർഡ് വോയിഡ്. ഫ്യൂച്ചറിൽ തരാമെന്ന് പറയുന്ന ഭാഗം മാത്രമേ വോയിഡ് ആയി പോവുള്ളൂ. പ്രസന്റിൽ കൊടുക്കാന്ന് പറഞ്ഞ ഭാഗം ആ ഗിഫ്റ്റ് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന്റെ ഡെലിവറി ഓഫ് പൊസഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇൻ കേസ് ഫ്യൂച്ചറിൽ ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി എന്താണെന്നുള്ളതാണ് 124 നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി 127 ഓക്കെ, 127 പറയാൻ പോകുന്നത് ഒനേറിയസ് ഗിഫ്റ്റിനെ പറ്റിയാണ്. ഒനേറിയസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒനേറിയസ് ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഒരു സാധനം കൊടുക്കുമ്പോൾ ആ സാധനത്തിന് ലയബിലിറ്റീസും ഉണ്ട് റൈറ്റും ഉണ്ട്. ഞാൻ എൻ്റെ ഒരു വീട് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീട്ടിന് ബാങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടായിരിക്കാം എൻ്റെ വീട് പണിതത് എന്നുണ്ടെങ്കിൽ ആ വീടിന് നമ്മൾ കൃത്യമായ പൈസ ബാങ്കിൽ അടച്ചു തീർക്കാനുണ്ടാവും. ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ അടച്ചു തീർക്കാനുണ്ടാവും. പക്ഷെ ആ വീടിന്റെ വാല്യൂ എന്നുള്ളത് 1 കോടി രൂപയായിരിക്കും. അപ്പൊ ഞാൻ ഒരാൾക്ക് അത് ഗിഫ്റ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ആ വീടിന്റെ റൈറ്റും ഉണ്ട് ലയബിലിറ്റീസും ഉണ്ട്. റൈറ്റ് എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയുടെ സ്വത്ത് അയാൾക്ക് കിട്ടി. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ അടച്ചു തീർക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു സാധനം കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് റൈറ്റും ലയബിലിറ്റീസും ഉണ്ടാകാം. അത്തരം കേസസിൽ ലയബിലിറ്റി എക്സീഡിങ് ദാൻ റൈറ്റ്, അവകാശത്തേക്കാൾ കൂടുതൽ ലയബിലിറ്റി ആണ്. അങ്ങനെയുള്ള ഗിഫ്റ്റുകളെയാണ് ഒനേറിയസ് ഗിഫ്റ്റ് എന്ന് വിളിക്കുക. അതായത് ഞാൻ കൊടുക്കുന്ന വീടിന്റെ അകത്ത് ഒരു കോടി രൂപ കടമുള്ള വീടാണ്. 1 കോടി രൂപ ബാങ്കിൽ അടച്ചു തീർക്കാനുണ്ട്. ആ വീടിന്റെ വാല്യൂ എന്നുള്ളത് 30 ലക്ഷമാണ്. അപ്പൊ ഞാൻ ആ വീട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റിനെ ഒനേറിയസ് ഗിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒനേറിയസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒനേറിയസ് ഗിഫ്റ്റ് റിഫേഴ്സ് ടു ദി ഗിഫ്റ്റ് വിച്ച് ആർ ലയബിലിറ്റി റാദർ ദാൻ അസറ്റ്. അസറ്റിനേക്കാൾ ലയബിലിറ്റി ഉള്ള ഗിഫ്റ്റിനാണ് ഒനേറിയസ് ഗിഫ്റ്റ് എന്ന് വിളിക്കുക. ദ വേർഡ് ഒനേറിയസ് മീൻസ് ബർഡൻ ആയത് എന്നാണ് അതിന്റെ അർത്ഥം. Thus, where the liabilities on a property exceed the benefit of such property, it is known as onerous property. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ഡോണിക്ക് അത് റിജക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ബുദ്ധിമുട്ടുള്ള ഭാഗം മാത്രം കൊടുക്കുക അത് പറ്റൂല. ഉദാഹരണത്തിന് എന്റെ കാർ ഞാൻ കൊടുക്കണേണ്, എന്നിട്ട് ഞാൻ പറയണേണ് എന്റെ കാറിന്റെ അകത്ത് എന്റെ ഒരു 3 കാറാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത്. അതിന്റെ അകത്ത് 2 കാറ് ഫുള്ള് നല്ല കാറാണ്. ഒരു കാറിന്റെ അകത്ത് ബാങ്കിൽ ഒരു 15 ലക്ഷം രൂപ ലോൺ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോ 2 കാറിന്റെ വിഷയത്തിൽ അയാൾക്ക് ലാഭമാണ്, വാങ്ങിക്കുന്ന ആൾക്ക് ലാഭമാണ്, ഗിഫ്റ്റ് ആയി കിട്ടിയ ആൾക്ക്. പക്ഷെ 3ാമത്തെ കാറിന് 15 ലക്ഷം രൂപ ലോൺ ഉള്ള കാറാണ്. ആ കാറിന്റെ വിലയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാറിന്റെ വിഷയത്തിൽ അയാൾക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരാൾക്ക് ഒനേറിയസ് ആയിട്ടുള്ള ഗിഫ്റ്റും മറ്റു പല ഗിഫ്റ്റും ഒരുമിച്ച് കിട്ടിയാൽ ഒനേറിയസ് ഗിഫ്റ്റ് മാറ്റി വെച്ചിട്ട് നല്ല ഗിഫ്റ്റ് മാത്രം സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് 127 നോക്കുന്നത്. അങ്ങനെ പറ്റൂല. ഇക്വിറ്റബിൾ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾ അവിടെ എടുക്കണം, ഫെയർനെസ് എടുക്കണം. കാരണം ഒരാൾക്ക് അവകാശങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അയാളെ ലയബിലിറ്റീസും ഏറ്റെടുക്കാൻ അർഹനാണ്. അതുകൊണ്ട് നല്ലത് മാത്രം വാങ്ങിച്ചിട്ട് മോശം കിട്ടണ്ട എന്ന് പറയാൻ അത് ശരിയായിട്ടുള്ള ഒരു ഇക്വിറ്റി അല്ല എന്ന പ്രിൻസിപ്പിളാണ് 127 പറയുന്നത്. 127 provides that if a single gift consisting several properties, ഒരു ഗിഫ്റ്റിന്റെ അകത്ത് പല പ്രോപ്പർട്ടി ഉണ്ട്, one of which is an onerous property, അതിലൊന്നും onerous ആണ്, it is made to a person, then the person does not have the liberty to reject onerous part and accept the other property. ഒന്നുകിലും മൊത്തത്തിൽ വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൊത്തത്തിൽ എടുക്കുക. അല്ലാതെ നല്ലത് മാത്രം എടുത്തിട്ട് ഒനറേസ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വേണ്ടെന്ന് വെക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ് 127 പറയുന്നത്. ദിസ് റൂൾ ഇസ് ബേസ്ഡ് അപ്പോൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ക്യൂ സെന്റിസ് കൊമൻഡം സെന്റർ ഡെപ്റ്റ് എറ്റ് ഓണസ് എന്ന പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വൺ ഹു അക്സെപ്റ്റ് ദി ബെനിഫിറ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ മസ്റ്റ് ഓൾസോ അക്സെപ്റ്റ് ദി ബർഡൻ ഓഫ് ഇറ്റ്. ഒരാൾ ഒരു ട്രാൻസാക്ഷന്റെ ആനുകൂല്യങ്ങൾ സ്വീകരിച്ചാൽ അതിന്റെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം സ്വീകരിക്കാൻ അയാൾ അർഹനാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. Thus, when two properties, one onerous and the other prospectus, ഒരെണ്ണം നല്ലതും ഒരെണ്ണം ഒനേറിയസ് ആയിട്ടുള്ളതാണെങ്കിൽ are given in gift to a donee in same transaction, ഒറ്റ ട്രാൻസാക്ഷനിൽ കൈമാറപ്പെട്ടാൽ the donee put under the duty to elect, അത് സെലക്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ, ഒന്നെങ്കിൽ അത് റിജക്ട് ചെയ്യുക അല്ലെങ്കിൽ തള്ളിക്കളയാ. He may accept the gift together with the onerous property or reject it totally, ഒന്നെങ്കിൽ രണ്ടും വാങ്ങുക അല്ലെങ്കിൽ ടോട്ടലി കളയാ. അല്ലാതെ നല്ലത് മാത്രം എടുത്തിട്ട് മോശമായത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല, അത് പാടില്ല എന്നുള്ളതാണ് 127 പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞത് വ്യക്തമായിട്ട് എഴുതുക. ഒനേറിയസ് ഗിഫ്റ്റ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. 124, 125, 122, 123, 124, 127 നമ്മൾ നോക്കി. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് ഒനേറിയസ് ഗിഫ്റ്റ് ഇസ് മെയ്ഡ് ടു എ മൈനർ ആൻഡ് സച്ച് ഡോണി അക്സെപ്റ്റ് ദി ഗിഫ്റ്റ്. അതായത് ഇനി മൈനറിന്റെ കയ്യിലാണ് ഒനേറിയസ് ഗിഫ്റ്റ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ ആൾക്ക് മെജോറിറ്റി ഏജ് എത്തുമ്പോൾ അത് റെപ്യൂഡേറ്റ് ചെയ്ത് തിരികെ കൊടുക്കാനുള്ള അവകാശമുണ്ട്. He retains the right to repudiate the gift on attaining the age of majority. He may accept or reject the gift on attaining majority, and the donor cannot reclaim the gift unless the donee rejects his becoming a major. ഓക്കെ, അപ്പോൾ മേജർ ആയ ശേഷം അത് തിരികെ കൊടുക്കാനുള്ള അവകാശം മൈനറിനുണ്ട്, ഒനേറിയസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള മൈനറിന് എന്നുള്ള ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുക. യൂണിവേഴ്സൽ ഡോണി. ഓക്കെ, യൂണിവേഴ്സൽ ഡോണി ആരാണെന്നുള്ളത് നോക്കാം. അതിനുശേഷം സസ്പെൻഷൻ ഓർ റിവോക്കേഷൻ ഓഫ് ഗിഫ്റ്റ് നമ്മൾ പഠിക്കും. യൂണിവേഴ്സൽ ഡോണി എന്ന് പറഞ്ഞാൽ ആരാ? സന്യാസ ജീവിതത്തിലേക്ക് ആളുകൾ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്, ഇനി എനിക്ക് ഈ ഹലോക ജീവിതമൊന്നും വേണ്ട, ഞാൻ സന്യാസത്തിന് പോകണേണ്, അപ്പൊ എന്റെ പ്രോപ്പർട്ടി മൊത്തത്തിൽ ഒരാൾക്കാൻ കൊടുക്കണേണ്. എന്റെ പ്രോപ്പർട്ടിയും ലയബിലിറ്റീസ് എല്ലാം കൂടി ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്റെ എല്ലാ സാധനങ്ങളും ഒരാൾ തന്നെ വാങ്ങിച്ചാൽ അയാളെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഡോണി, അതായത് മുഴുവനായിട്ട് കിട്ടിയ ആൾ എന്ന് പറയുന്നത്. അപ്പൊ അയാൾക്ക് എന്റെ ലയബിലിറ്റീസും ഉണ്ടാവും റൈറ്റും ഉണ്ടാവും. ഇവിടെ നമ്മൾ സെയിം ഇതിന് മുന്നേ പഠിച്ച ചാപ്റ്ററിൽ പഠിച്ച അതേ കാര്യം പോലെയാണ്. ഇങ്ങനെ യൂണിവേഴ്സൽ ഡോണി ആയിട്ടുള്ള ആൾക്ക്
തന്റെ ലയബിലിറ്റീസ് മാത്രം വേണ്ട, റൈറ്റ് മാത്രം കിട്ടിയാൽ മതി എന്ന് പറയാനുള്ള അവകാശമില്ല. ഒന്നുകിൽ മൊത്തം വാങ്ങിക്കുക അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക. നല്ല പാർട്ട് മാത്രം എടുത്തിട്ട് ബാക്കിയില്ലാത്തത് വേണ്ട എന്ന് പറയാനുള്ള അവകാശമില്ല. ദി കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ ഡോൺ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് അണ്ടർ ഇംഗ്ലീഷ് ലോ. അടുത്ത സെന്റൻസ്, ഹിന്ദു ലോ റെക്കഗ്നൈസ് ദിസ് കോൺസെപ്റ്റ് ഇൻ ഫോം ഓഫ് സന്യാസി. സന്യാസി എന്നാണ് പറയുന്നത്. എ വേ ഓഫ് ലൈഫ് വേർ പീപ്പിൾ റിനൗൺസ് ഓൾ ദിയർ പ്രോപ്പർട്ടി പ്രൊസഷൻ ആൻഡ് ടേക്ക് അപ്പ് സ്പിരിച്വൽ ലൈഫ്. പ്രോപ്പർട്ടി ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ദൈവികമായിട്ടുള്ള ജീവിതം സ്വീകരിക്കുക, സന്യാസ ജീവിതം സ്വീകരിക്കുക എന്ന് പറയും. അപ്പോൾ ഈ പ്രോപ്പർട്ടി കിട്ടുന്ന ആളെ യൂണിവേഴ്സൽ ഡോണി ഇസ് എ പേഴ്സൺ ഹു ഗെറ്റ്സ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ ഡോണർ അണ്ടർ എ ഗിഫ്റ്റ്. അപ്പൊ യൂണിവേഴ്സൽ ഡോണി എന്ന് പറഞ്ഞ ആരാണ്? ഇത്തരം സന്യാസികളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ആളെയാണ് യൂണിവേഴ്സൽ ഡോണി എന്ന് വിളിക്കുക. സെക്ഷൻ 128 പറയുന്നുണ്ട്, in this regard that donor is liable all the debts and liabilities of the donor due at the time of the gift. ഗിഫ്റ്റിന്റെ സമയത്ത് തനിക്ക് എന്തൊക്കെ പ്രോപ്പർട്ടി കിട്ടിയോ വാങ്ങിച്ചോ ആ സമയത്ത് അയാൾക്ക് എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ടോ അതെല്ലാം ഗിഫ്റ്റ് വാങ്ങിച്ച ഈ ഡോണിയുടെ റൈറ്റ് അത് കൊടുക്കേണ്ടത് ഇയാളുടെ ഡ്യൂട്ടിയാണ്. This section incorporates an equitable principle that one who gets certain benefit under a transaction must also bear the burden therein. അതായത് ഒരാൾ നല്ലത് കിട്ടുമ്പോൾ അതിന്റെ മോശമായ വശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ബെയർ ചെയ്യേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ യൂണിവേഴ്സൽ ഡോണി 127 പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 128 പറയുന്നത്, യൂണിവേഴ്സൽ ഡോണിക്ക് പ്രോപ്പർട്ടീസ് കിട്ടിയാൽ ആ പ്രോപ്പർട്ടീസിന്റെ റൈറ്റ് മാത്രമല്ല ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ലയബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതും അയാളുടെ ഒരു നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണെന്നുള്ളതാണ് 128 നോക്കുന്നത്. ഇനി 126 പറഞ്ഞത് സസ്പെൻഷൻ ഓർ റിവോക്കേഷൻ ഓഫ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? പറ്റും. സെക്ഷൻ 122 പറയുന്നത് ലീഗൽ പ്രൊവിഷൻ വിച്ച് മസ്റ്റ് ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് എ കണ്ടീഷണൽ ഗിഫ്റ്റ്. ഒരു കണ്ടീഷണൽ ഗിഫ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നാളെ നീ ഫസ്റ്റ് വാങ്ങിച്ചാൽ ഞാൻ നിനക്കൊരു കാറ് വാങ്ങിച്ചു തന്നേക്കാം. ഒരു കണ്ടീഷണൽ ഗിഫ്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോ കണ്ടീഷണൽ ഗിഫ്റ്റുകളോ കാര്യങ്ങളോ ആണെങ്കിൽ ഗിഫ്റ്റ് റിവോക്ക് ചെയ്യാൻ പറ്റും. അതെപ്പോഴാണെന്നറിയോ? അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് 126 പറയുന്നുണ്ട്. രണ്ട് മൂഡ്സ് ഉണ്ട്. ബൈ മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ അത് റിവോക്ക് ചെയ്യാം, ബൈ റെപ്യൂഡിയേഷൻ ഓഫ് കോൺട്രാക്റ്റിലൂടെ അത് റിവോക്ക് ചെയ്യാം. റെപ്യൂഡിയേഷൻ നമുക്ക് നോക്കാം. മ്യൂച്വൽ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കൂട്ടുകാരന്റെ അടുത്ത് പറഞ്ഞു, നീ നാളെ UPSC എക്സാമിന് ഫസ്റ്റ് വാങ്ങിച്ച IAS ആയാൽ എനിക്ക് ഞാനൊരു കാറ് വാങ്ങിച്ചു തരാം. അപ്പോൾ ഞാൻ അവൻ തമ്മിൽ മ്യൂച്വൽ ആയിട്ട് അഗ്രിമെന്റ് വെക്കും. ഇൻ കേസ് നീ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ കാറ് വാങ്ങിച്ചു തരൂല. അപ്പൊ മ്യൂച്വൽ അഗ്രിമെന്റ് ഉണ്ട്. ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നത് ആ കണ്ടീഷൻ ഉണ്ടാവുമ്പോഴാണ്, അല്ല എങ്കിൽ ഞാൻ തരൂല എന്നും കൂടെ പറഞ്ഞിട്ടുള്ളത് മ്യൂച്വൽ അഗ്രിമെന്റ് ആണ്. അപ്പൊ മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ അവൻ ഇൻ കേസ് അത് വാങ്ങിച്ചില്ല എന്നാണെങ്കിൽ ആ ഗിഫ്റ്റ് എനിക്ക് എന്ത് ചെയ്യാം? റിവോക്ക് ചെയ്യാം, കൊടുക്കാതിരിക്കാം. ദി ഡോണർ മേ മേക്ക് എ ഗിഫ്റ്റ് subject to certain condition of it being suspended or revoked. On this condition must adhere to the provision of section 126. 126 രണ്ട് രീതിയിലുള്ള റിവോക്കേഷൻ പറയുന്നുണ്ട്. നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് ഓഫർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ല എന്നാണെങ്കിൽ റിവോക്ക് ചെയ്യാം എന്നുള്ള റൈറ്റ് ആണ് 126 പറയുന്നത്. ദിസ് സെക്ഷൻ ലേസ് ഡൗൺ 2 മോഡ്സ് ഓഫ് റിവോക്കേഷൻ. രണ്ട് റിവോക്കേഷനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. രണ്ട് റിവോക്കേഷനിൽ ഒന്ന് റിവോക്കേഷൻ ബൈ മ്യൂച്വൽ അഗ്രിമെന്റ് ആണ്, രണ്ടാമത്തെ റിവോക്കേഷൻ ബൈ റെസിഷൻ ഓഫ് കോൺട്രാക്ട് ആണ്. റിവോക്കേഷൻ ബൈ മ്യൂച്വൽ അഗ്രിമെന്റ് എന്നുള്ളത് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, നീ നാളെ IAS ആയാൽ എനിക്ക് ഞാൻ കാറ് വാങ്ങിച്ചു തരും, ആയില്ല എങ്കിൽ വാങ്ങിച്ചു തരൂല കേട്ടാ. ആയില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം? ആ ഒരു ഗിഫ്റ്റ് എനിക്ക് ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി എനിക്ക് അത് അവിടെ വെച്ച് റിവോക്ക് ചെയ്യാം. ബിക്കോസ് മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ കേസ് നീ വാങ്ങിച്ചില്ല എങ്കിൽ ഞാനത് തരില്ല എന്നുള്ളത്. വെർ ദി ഡോണർ ആൻഡ് ദി ഡോണി മ്യൂച്വലി അഗ്രീഡ് ദാറ്റ് ദി ഗിഫ്റ്റ് ഷാൽ ബി സസ്പെൻഡഡ് ഓർ റിവോക്ഡ് അപ്പോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ് നോൺ ഡിപെൻഡ് ഓൺ ദി വിൽ ഓഫ് ദി ഡോണർ. ഒരു സാധനം ഉണ്ടായാൽ അല്ലെങ്കിൽ ഉണ്ടായില്ല എങ്കിൽ കണ്ടീഷൻ എന്താണോ അത് ഫുൾഫിൽ ആയില്ല എങ്കിൽ സസ്പെൻഡ് ആകും എന്ന് മ്യൂച്വലി അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം അവിടെ പറഞ്ഞ കാര്യം നടന്നിട്ടില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗിഫ്റ്റ് അവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഒരു വാക്ക് ശ്രദ്ധിക്കുക, നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി വിൽ ഓഫ് ദി ഡോണർ. ഡോണറിന്റെ ഇഷ്ടപ്രകാരം എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അത് പറ്റൂല. അതായത് ഞാൻ പറയുന്ന എന്റെ കൂട്ടുകാരന്റെ അടുത്ത്, നാളെ നീ IAS ഫസ്റ്റ് വാങ്ങിച്ചാൽ ഞാൻ നിനക്ക് കാറ് വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ കാറ് വാങ്ങിച്ചില്ലെങ്കിൽ കാറ് വാങ്ങിച്ചു തരില്ല. ചിലപ്പോ നീ ആയാലും ഞാൻ വാങ്ങിച്ചു തരൂല കേട്ടോ. അതെന്റെ ഇഷ്ടം, എനിക്ക് അന്ന് തോന്നണ പോലെ ഇരിക്കും, അന്ന് എന്റെ ഇഷ്ടപ്രകാരം. അന്ന് എനിക്കത് താല്പര്യം തോന്നുന്നില്ല വാങ്ങാൻ, എങ്കിലും അത് വാങ്ങിച്ചു തരില്ല. അപ്പൊ ഞാൻ വിൽ ഓഫ് ദി ഡോണറിന്റെ വില്ല് പ്രകാരം അത് മാറ്റാൻ പറ്റും എന്ന കണ്ടീഷൻ വെക്കാൻ പാടില്ല. അല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടീഷൻ വെക്കാം. അത്തരം കണ്ടീഷൻസിന്റെ പുറത്ത് എന്ത് ചെയ്യാൻ? റിവോക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് കോൾഡ് എ ഗിഫ്റ്റ് സബ്ജക്ട് ടു കണ്ടീഷൻസ്. കണ്ടീഷന് സബ്ജക്റ്റ് ആയ ഗിഫ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. 126 പറയുന്നുണ്ട് മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ റിവോക്ക് ചെയ്യാം. ഒന്നുകൂടെ പറയുന്നത്, മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ റിവോക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ടുപേരും തമ്മിൽ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല എന്നാണെങ്കിൽ അവര് അത് ക്യാൻസൽ ആക്കുമെന്ന് മ്യൂച്വലി അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിവോക്ക് ചെയ്യാൻ ക്യാൻസൽ ആക്കാൻ അവർക്ക് പറ്റും. ബട്ട് നോട്ട് ഓൺ ദി വിൽ ഓഫ് ദി ഡോണർ, നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ദി വിൽ ഓഫ് ദി ഡോണർ. ഡോണറിന് ഇഷ്ടപ്രകാരം എപ്പോ വേണമെങ്കിലും ക്യാൻസൽ ആക്കുക എന്നുള്ള നിബന്ധന പറ്റൂല കേട്ടോ. അതിന്റെ ഒരു എക്സെപ്ഷൻ ആണ് കൊടുത്തത്.
അപ്പോ കണ്ടീഷൻ എന്തായിരിക്കണം? ദി കണ്ടീഷൻ മസ്റ്റ് ബി എക്സ്പ്രസ്ലി ലേഡ് ഔട്ട്. കണ്ടീഷൻ വ്യക്തമായി പറയണം. നീ IAS ആയാൽ എന്നുള്ള കണ്ടീഷൻ പറയണം. ദി കണ്ടീഷൻ മസ്റ്റ് ബി പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷൻ. സെയിം ട്രാൻസാക്ഷൻ നീ IAS ആയാൽ ആ ഒരു IAS ആയതുകൊണ്ട് ഞാൻ കാർ വാങ്ങിച്ചു തരും. ആ സെയിം ട്രാൻസാക്ഷൻ ആയിരിക്കണം ഗിഫ്റ്റിന്റെ കാര്യം മെൻഷൻ ചെയ്യേണ്ടത്. ദി കണ്ടീഷൻ അപ്പോൺ വിച്ച് എ ഗിഫ്റ്റ് ഇസ് ടു ബി റിവോക്ഡ് മസ്റ്റ് നോട്ട് ഡിപെൻഡ് സോളി ഓൺ ദി വിൽ ഓഫ് ദി ഡോണർ. കണ്ടീഷൻ റിവോക്ക് ചെയ്യേണ്ടത് ഡോണറിന്റെ വില്ല് പ്രകാരം മാത്രമല്ല. എനിക്കത് തോന്നി, അന്നേരം തോന്നണേണ് ഞാൻ ചിലപ്പോൾ അത് വാങ്ങിക്കണ്ട, അന്നേരം തോന്നണേണ് അത് മാറ്റാൻ. അപ്പൊ എന്റെ വില്ല് പ്രകാരം എനിക്കത് തോന്നിയ പോലെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ഒരു വില്ലിന്റെ ബേസിസിൽ മാത്രമായിട്ട് റിവോക്ക് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കാൻ പറ്റൂല. സച്ച് എ കണ്ടീഷൻ മസ്റ്റ് ബി വാലിഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ലോ ഗിവൺ ഫോർ കണ്ടീഷണൽ ട്രാൻസ്ഫേഴ്സ്. കണ്ടീഷണൽ ട്രാൻസ്ഫറിന് വേണ്ടി നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ സെക്ഷൻ 10 കുറച്ച് എസെൻഷ്യൽസ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം എസെൻഷ്യൽസ് ഫുൾഫിൽ ചെയ്ത കണ്ടീഷൻസ് ആയിരിക്കണം. ഓക്കെ, കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്, കണ്ടീഷൻ ടോട്ടലി പ്രൊഹിബിറ്റിംഗ് ദി അലിയനേഷൻ ഓഫ് പ്രോപ്പർട്ടി. നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി മറ്റാർക്കും കൈമാറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്ത് അത് void ആണ്. ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്റെ ഒരു വീട് കൊടുത്തു, എന്നിട്ട് ഞാൻ പറയുന്നത് നീ ഇത് ഒരാൾക്കും കൈമാറാൻ പാടില്ല. ഇതൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷണൽ ആണ് കേട്ടോ. ഞാൻ കുറച്ചു നേരം മുമ്പ് കണ്ടീഷന്റ് ആയി പോയി പറഞ്ഞത്. കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം ഗിഫ്റ്റ് ആയി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആ കണ്ടീഷൻ ഫുൾഫിൽ ആയില്ല എന്നാണെങ്കിൽ അത് തിരികെ എടുക്കുക, അതാണ് റിവോക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷന്റ് ആയി പോയി. കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ്, ഇപ്പൊ ഒന്നുകൂടെ പറയാം. കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട് കൊടുത്തു, എന്റെ കൂട്ടുകാരൻ ഞാൻ വീട് കൊടുത്തു, എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് മറ്റാർക്ക് എലിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ 10 പ്രകാരം ഒരു പ്രോപ്പർട്ടി എലിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കണ്ടീഷണൽ ട്രാൻസ്ഫറിന്റെ ആ ഒരു ലോ ഉണ്ട്. ഏതൊക്കെ ലോ ഉണ്ടായിരിക്കണം ഒരു കണ്ടീഷണൽ ട്രാൻസ്ഫർ വാലിഡ് ആവാൻ എന്നുള്ളതുണ്ട്. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൂളാണ് എലിനേഷൻ ഓഫ് പ്രോപ്പർട്ടി തടയുന്ന കണ്ടീഷൻസ്. അത് പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ പറയുന്നത് ഇത് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എലിനേഷനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ തടയുന്നതാണെങ്കിൽ ആ ഗിഫ്റ്റ് വാലിഡ് അല്ല. അപ്പൊ അത്തരം കണ്ടീഷൻസ് ആകാൻ പാടില്ല. ഞാൻ എന്റെ വീട് കൊടുത്തു എന്റെ കൂട്ടുകാരന്. IASന്റെ ഉദാഹരണം വിടട്ടോ, വേറെ ഉദാഹരണം പറയാം. ഞാൻ എന്റെ വീട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ വീട്ടിന്റെ അകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഈ വീട് പൊളിഞ്ഞു പോകാതെ അപകടം ഒന്നും പറ്റാതെ നോക്കണം, നല്ല രീതിക്ക് വെടുപ്പാക്കി വൃത്തിയോടെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞു വിചാരിക്കാം. നാളെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അഴുക്ക് പിടിച്ച് കോളോ ഇതായി കിടക്കരുത്, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഫുൾഫിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മ്യൂച്വൽ അഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട് ഫുൾഫിൽ ആയില്ല എന്നാണെങ്കിൽ അത് തിരികെ എടുക്കുമെന്നാണെങ്കിൽ എനിക്ക് അത് തിരികെ എടുക്കാം. ഓക്കെ, അതാണ് അവിടെ മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ റിവോക്ക് ചെയ്യുക. കണ്ടീഷണൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് കണ്ടീജന്റ് ആയിപ്പോയി, പറഞ്ഞത് മാറിപ്പോയതാണ്. കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുത്താൽ തന്നെ ഫ്യൂച്ചറിൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ കണ്ടീഷൻ ഇൻ കേസ് ഫുൾഫിൽ ആയില്ല, വീട് എപ്പോഴും വൃത്തിയാക്കി ഇടണം എന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് വൃത്തികേടായി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അത് റിവോക്ക് ചെയ്ത് കളയാം, അത് തിരികെ വാങ്ങാം ആ ഗിഫ്റ്റ്. അപ്പോ കണ്ടീഷൻ ഏത് കണ്ടീഷനും വേണ്ടി വെക്കാൻ പറ്റൂല. സെക്ഷൻ 10 പ്രകാരം വാലിഡ് ആയിട്ടുള്ള കണ്ടീഷണൽ ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. അപ്പോ കണ്ടീഷണൽ ട്രാൻസ്ഫേഴ്സിന് വാലിഡ് ആയിട്ടുള്ള ലോ ഉണ്ട്, അതിനനുസൃതമായിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കണം, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ പറ്റൂല. അപ്പൊ സെക്ഷൻ 10 പറയുന്നുണ്ട് എലിനേഷൻ ഓഫ് പ്രോപ്പർട്ടി പ്രൊഹിബിറ്റ് ചെയ്യുന്ന കണ്ടീഷൻ അത് വോയിഡ് ആണ്. അപ്പൊ അത്തരം കണ്ടീഷൻസ് വെച്ചാൽ ഇവിടുത്തെ ഗിഫ്റ്റും അത് വോയിഡ് ആയിരിക്കും. അപ്പൊ റിവോക്കേഷൻ ബൈ മ്യൂച്വൽ അഗ്രിമെന്റ് ഇതാണ്. അടുത്തതെന്നുള്ളത് റിവോക്കേഷൻ ബൈ റെസിഷൻ ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് ക്യാൻസൽ ആയി പോയത് കൊണ്ട് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് തിരികെ എടുക്കാം. അതായത് എന്റെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞു അവൻ എന്നെ ചെറുപ്പത്തിൽ എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനാണെന്ന്. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച അവൻ എന്റെ കൂട്ടുകാരനാണെന്ന്. അപ്പൊ അവൻ എന്നെ ഫ്രോഡ് ആക്കിയതാണ്, ശരിക്കും പറ്റിച്ചതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവനിക്ക് ഗിഫ്റ്റ് കൊടുത്തു. കുറച്ചാളതിനെ പറയാനാണ് അവൻ എന്റെ കൂട്ടുകാരനല്ല എന്നെങ്കിൽ എനിക്ക് ആ ഗിഫ്റ്റ് തിരികെ റിവോക്ക് ചെയ്തെടുക്കാൻ പറ്റും ബൈ റെസിഷൻ ഓഫ് കോൺട്രാക്ട്. കാരണം ഓൾറെഡി ആ കോൺട്രാക്ട് റെസിഷൻ ആയി പോയി. ഇതൊരു ട്രാൻസ്ഫർ തന്നെയാണല്ലോ, അവനെന്നെ പറ്റിച്ചാണല്ലോ വാങ്ങിച്ചത്, അപ്പൊ ഒരു വോയിഡബിൾ ആണ്. ഞാൻ അതിനെ ക്യാൻസൽ ആക്കി ആ കോൺട്രാക്ട് അവിടെ വെച്ച് റെസിഷൻ ആകും. അപ്പൊ ഈ കൺസെന്റ് ഇല്ല എന്നൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ കോൺട്രാക്ട് എന്തായി പോകും, റെസിഷൻ ആയി പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗിഫ്റ്റ് റിവോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഗിഫ്റ്റ് റിവോക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് 126 പറയുന്നത്. അപ്പൊ 122 ഡെഫിനിഷൻ നോക്കി, 123 മൂഡ്സ് ഓഫ് കംപ്ലീഷൻ ഓഫ് ഗിഫ്റ്റിന്റെ രജിസ്ട്രേഷൻ ഡെലിവറി ഓഫ് പൊസഷൻ നോക്കി. 124ന്റെ അകത്ത് നമ്മൾ എന്താ നോക്കിയത്, 122 123ന് ശേഷം 124ൽ എന്തായിരുന്നു നോക്കിയത്, ഫ്യൂച്ചർ പ്രോപ്പർട്ടി ഗിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. 128ന്റെ അകത്ത് ഒനേറിയസ് ഗിഫ്റ്റും നോർമൽ ഗിഫ്റ്റും മിക്സ്ഡ് ആയി കഴിഞ്ഞാലുള്ള പ്രൊവിഷൻ നോക്കി. പിന്നെ 127ൽ ഇതാണ് നോക്കിയത്. 128ന്റെ അകത്ത് എന്താ നോക്കിയത്, യൂണിവേഴ്സൽ ഡോണിയുടെ കാര്യം നോക്കി. 126ല് സസ്പെൻഷൻ ഓർ റിവോക്കേഷൻ ഓഫ് ഗിഫ്റ്റ് ബൈ 2 മൂഡ്സ് ബൈ മ്യൂച്വൽ അഗ്രിമെന്റ് ബൈ റെസിഷൻ ഓഫ് കോൺട്രാക്ട് എന്നുള്ളത് നോക്കി. ഇനി ഒരു ബോണഫൈഡ് പർച്ചേസർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടെ ഉണ്ട്. ബോണഫൈഡ് പർച്ചേസർ എന്ന് പറഞ്ഞാൽ 126ന്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ബോണഫൈഡ് പർച്ചേസർ നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുത്തു, കണ്ടീഷണൽ ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ അയാൾ എന്ത് ചെയ്തു,
ആ ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് മറിച്ച് വിറ്റു. അപ്പോ വാങ്ങിച്ച ആൾ എന്ത് ചെയ്തു? ബോണഫൈഡ് ഇന്റൻഷനോട് കൂടിയാണ് അയാൾ വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് റിവോക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതും പറഞ്ഞിട്ട് 126 പ്രകാരം റിവോക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതും പറഞ്ഞ് ആ ബോണഫൈഡ് ആയിട്ടുള്ള പർച്ചേസറിന്റെ കയ്യിൽ നിന്ന് ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റൂല. ഞാൻ എന്റെ കൂട്ടുകാരന് വിറ്റു, കൂട്ടുകാരൻ എന്ത് ചെയ്തു? കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഗിഫ്റ്റ് ഇങ്ങനെ ഇങ്ങനെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു? അതൊന്നും നോക്കാതെ അതിൽ അലംഭാവം കാണിച്ചു. എന്നിട്ട് അവൻ അത് എന്ത് ചെയ്തു? മറിച്ച് വിറ്റു. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് റിവോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അത് അവിടെ ഇല്ല, അത് ഓൾറെഡി മറിച്ച് വിറ്റിട്ടുണ്ട്. അത് ബോണഫൈഡ് ഇന്റൻഷനോട് കൂടി വാങ്ങിച്ചൊരു പർച്ചേസർ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് അത് തിരികെ വാങ്ങാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റൂല. അതാണ് ഇവിടെ പറയുന്നത്. ബോണഫൈഡ് പർച്ചേസർ, ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് 126 ഓഫ് ദി ആക്ട് പ്രൊട്ടക്ട്സ് ദി റൈറ്റ് ഓഫ് എ ബോണഫൈഡ് പർച്ചേസർ. എ ബോണഫൈഡ് പർച്ചേസർ ഇസ് എ പേഴ്സൺ ഹു ഹാസ് പർച്ചേസ്ഡ് ദി ഗിഫ്റ്റഡ് പ്രോപ്പർട്ടി ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്ത് കൺസിഡറേഷൻ. പൈസ കൊടുത്ത് നല്ല ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ പറ്റിക്കപ്പെട്ട പ്രോപ്പർട്ടി അല്ലാന്ന് വിചാരിച്ച് വാങ്ങിച്ച ആളാണ്. വെൻ സച്ച് എ പർച്ചേസർ ഇസ് അൺഫെമിലിയർ വിത്ത് ദി കണ്ടീഷൻ അറ്റാച്ച് ടു ദി പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് അയാൾക്ക് അറിയില്ല എന്നായിരുന്നെങ്കിൽ നോ പ്രൊവിഷൻ ഓഫ് റിവോക്കേഷൻ ഓർ സസ്പെൻഷൻ ഓഫ് ഗിഫ്റ്റ് ഷാൾ അപ്ലൈ. ഇവിടെ നമുക്ക് റിവോക്ക് ചെയ്ത് സസ്പെൻഡ് ചെയ്തെടുക്കാൻ പറ്റൂല എന്ന പോയിന്റ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. അപ്പൊ ഗിഫ്റ്റ് എന്ന വാക്കിന്റെ റിലിംഗ്വിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം നോക്കി വെക്കുക. ഗിഫ്റ്റ് എന്ന വാക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ഗവേൺ ചെയ്യുന്നത് ഹിന്ദു ലോ പ്രകാരം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ ഗവേൺസിലാണ് പോകുന്നത്. 122, 123, 124, 124 ഫ്യൂച്ചർ പ്രോപ്പർട്ടിയുടെ കാര്യം, 127 അകത്ത് ഒനേറിയസും സാധാരണവും മിക്സ് ആയിട്ടുള്ളത്, 128 യൂണിവേഴ്സൽ ഡോണിയുടെ കാര്യം, 126 റിവോക്കേഷന്റെ കാര്യം, മ്യൂച്വൽ റിവോക്കേഷനും ഉണ്ട്, മ്യൂച്വൽ അഗ്രിമെന്റും ഉണ്ട്, റെസിഷൻ ഓഫ് കോൺട്രാക്റ്റും ഉണ്ട്, കണ്ടീഷന്റെ കാര്യം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. എസെൻഷ്യൽ എലമെന്റ്സ് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആയിരിക്കണം, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം, വോളണ്ടറി ട്രാൻസ്ഫർ ആയിരിക്കണം, പിന്നെ വിതൗട്ട് കൺസിഡറേഷൻ ആയിരിക്കണം, അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം, അത് ജുറിസ്റ്റിക് പേഴ്സൺസിന്റെ ബിഹാഫിൽ അത് മാനേജ് ചെയ്യുന്ന ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം, ലുനാറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ ബിഹാഫിൽ അവരുടെ ഗാർഡിയൻ അതിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ നോക്കി. സോ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അടുത്തത് മുസ്ലിം ലോയുടെ അണ്ടറിലുള്ള ഗിഫ്റ്റ് ആണ്. അത് കുറച്ച് ലീഗൽ ആയിട്ടുള്ള കുറച്ച് ടേമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. സോ ബേസിക്കലി ഹിയർ വി കൺക്ലൂഡ്. ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി പ്രാപ്തരായി വെക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.